കുറ്റവും ശിക്ഷയും എല്ലാ ദിവസവും രാത്രി 10 മണിക്ക് ഡോക്ടർ അരുൺകുമാറിനൊപ്പം 24-ൽ. മുൻ നടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമായിരുന്നു ഷംന കാസിമിനെതിരെ. ഷംന കാസിമിനെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെടാനായിരുന്നു തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച ബ്ലാക്ക്മെയിലിംഗ് ചെയ്ത പ്രതികളുടെ ഉദ്ദേശമെന്ന് അല്പസമയം മുമ്പ് തെളിഞ്ഞിരിക്കുന്നു. അതായത് വലിയ രീതിയിലുള്ളൊരു നെറ്റ്വർക്കും വലിയ രീതിയിലുള്ളൊരു മാഫിയയും വലിയ രീതിയിലുള്ളൊരു പദ്ധതിയുമാണ് ഷംന കാസിം പൊളിച്ചത് പരാതി നൽകിയതിലൂടെ. നമ്മൾ ആദ്യം പോകുന്നത് ഈ വിഷയത്തിലേക്കാണ്. അതിനുശേഷം തിരിച്ചു വരുമ്പോൾ മറന്നു തുടങ്ങിയ ഒരു ദുരന്ത കഥയുടെ ഒരു മരണത്തിന്റെ വാർത്തയിലേക്കാണ്. 2011 മാർച്ച് മാസം 26-ാം തീയതി SSLC പരീക്ഷ കഴിഞ്ഞ് 3:30 സ്കൂളിൽ നിന്നും ബേക്കറിയിലേക്ക് പോയ ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥി ബേക്കറിയിലേക്ക് കയറുന്നതിന് തൊട്ടു മുമ്പ് കുഴഞ്ഞു വീണു മരിക്കുന്നു. എന്താണ് മരണകാരണം എന്നുള്ളത് പോലീസിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെയും കെമിക്കൽ അനാലിസിസിന്റെയും പിൻബലത്തിൽ കണ്ടെത്താൻ സാധിച്ചുവെങ്കിലും എങ്ങനെ പോയിസൺ ഉള്ളിൽ ചെന്നുവെന്ന് കണ്ടെത്താൻ സാധിക്കാതെ പോയി. റാണ പ്രതാപിന്റെ മരണമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ദുരൂഹത നിറഞ്ഞതാണ്, അടിമുടി. അതിനിടയിൽ സംശയമുള്ള ഒരാൾ അമേരിക്കയിലേക്ക് രക്ഷപ്പെടുകയും ചെയ്തു. അവിടെ വെച്ച് മരണമടഞ്ഞുവെന്ന് പിന്നീട് പത്രവാർത്തയും എത്തി. എന്താണ് പുനലൂരിൽ റാണ പ്രതാപ് എന്ന 14 വയസ്സുകാരന് സംഭവിച്ചത് എന്നാണ് ഇന്ന് കുറ്റവും ശിക്ഷയും അന്വേഷിക്കുന്നത്. സ്വാഗതം. കുറ്റവാളിയുടെ മനഃശാസ്ത്രവും കുറ്റകൃത്യത്തിന്റെ രീതിശാസ്ത്രവും തേടി കുറ്റവും ശിക്ഷയും ക്രൈം ആൻഡ് പനിഷ്മെന്റ് ആരംഭിക്കുന്നു. വെൽക്കം. ഷംന കാസിം ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയായി. ഷംന കാസിമിനെ തട്ടിക്കൊണ്ടുപോകാൻ വരെ പദ്ധതിയിട്ടിരുന്നു റഫീഖും സംഘവും എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന സൂചന. ഇന്ന് IG വിജയ് സാഖറെ പറഞ്ഞത് നമുക്ക് കേൾക്കാം. ഈ കോണിന്റെ സമയത്ത് ഒരു പ്രാവശ്യം 1 ലക്ഷം രൂപ ചോദിച്ചു, രണ്ടാമത്തെ പ്രാവശ്യം 50,000 രൂപ ചോദിച്ചു. ഷംന സമ്മതിച്ചിട്ടില്ല. അതിനുശേഷം ഈ പ്രതികൾ പ്ലാൻ ചെയ്തു ഷംനക്ക് അബ്ഡക്ട് ചെയ്യണം, ഹോസ്റ്റേജ് ഉണ്ടാക്കണം, റാൻസം ചോദിക്കണം. അങ്ങനെ പ്ലാൻ ചെയ്തു. ആ പ്ലാൻ ചെയ്യാൻ മുമ്പ് എക്സ്പോജർ ആയിട്ടുണ്ടത് ഈ ഷംന കംപ്ലൈൻറ്റ് പോലീസിന് കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഈ ആൾക്കാരുണ്ട് ഷംനയുടെ അബ്ഡക്ഷൻ ഉണ്ട്, ഹോസ്റ്റേജ് ആക്കാനുള്ള, റാൻസം ചോദിക്കാനുള്ള പ്ലാനിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വിവാഹാലോചനയുടെ പേരിൽ ആൾമാറാട്ടം നടത്തി വിവാഹാലോചന വ്യാജമായിരുന്നുവെന്ന് ബോധ്യമായി വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി അപരിചിതരായ സംഘം വീടിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചു. 1.5 ലക്ഷം രൂപ തന്നോട് ആവശ്യപ്പെട്ടു തുടങ്ങിയ പരാതികളാണ് ഷംന കാസിം ആദ്യം പോലീസിന് നൽകിയത്, ഷംന കാസിമിന്റെ മാതാവ് മുഖേന. പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ പ്രതികൾ പൈസ ലഭിക്കാത്ത പക്ഷം ഷംന കാസിമിനെ തട്ടിക്കൊണ്ടുപോകാനും മോചനദ്രവ്യം ആവശ്യപ്പെടാനും പദ്ധതിയിട്ടിരുന്നുവെന്നാണ്. വളരെ ക്രൂരമായൊരു തിരക്കഥയാണ് ഷൂട്ട് ചെയ്യും മുമ്പ് തന്നെ പൊലിഞ്ഞുപോയത്. സഹിനാന്റണി പറയും കൂടുതൽ വിവരങ്ങൾ. പോലീസിൽ നിന്ന് ലഭിച്ച ഇൻപുട്ടുകൾ സഹിനാന്റണി പങ്കുവയ്ക്കുന്നു. സഹിനാന്റണി, നമ്മൾ കരുതിയതുപോലെയല്ല, വളരെ ആഴത്തിലുള്ള കൂടുതൽ ദുരൂഹമായ ഒരു ഉദ്ദേശം ഇവർക്കുണ്ടായിരുന്നുവെന്നും ഷംന കാസിമിനെ തട്ടിക്കൊണ്ടുപോകാൻ തന്നെ പദ്ധതിയിട്ടിരുന്നതായും ഇപ്പോൾ പോലീസിന് ബോധ്യമായിരിക്കുന്നു. വലിയൊരു നെറ്റ്വർക്ക്, വലിയൊരു മാഫിയ ഓപ്പറേഷൻ, വലിയ രീതിയിലുള്ളൊരു ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാം ഈ ഘട്ടത്തിൽ. ശരിയല്ലേ സഹിൻ? അങ്ങനെ തന്നെയാണ്. കാരണം ഒരു സിനിമ കഥയെ വെല്ലുന്ന രീതിയിലാണ് ഇവരുടെ മുഴുവൻ ഓപ്പറേഷൻസും എന്ന് പറയേണ്ടി വരും. കാരണം ആദ്യമേ തന്നെ ഇവർ ഷംന കാസിമിനെ പോലെയുള്ള ആളുകളെ ഏതെല്ലാം രീതിയിൽ വശീകരിക്കാൻ കഴിയും അല്ലെങ്കിൽ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചൊരു പദ്ധതി തയ്യാറാക്കിയിരുന്നു. അതിനുവേണ്ടി പല താരങ്ങളെയും ഇവർ സമീപിച്ചു. സ്വർണത്തിന് എസ്കോട്ട് പോകുക, ഈ സ്വർണത്തിന് സർക്കാർ അനുമതിയുണ്ട്, പേപ്പറുകളുള്ള സ്വർണമാണ്, പോലീസിന്റെ സഹായം ഇവർക്കുണ്ട്. അതിന് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകൾ എസ്കോട്ട് പോകുക എന്നുള്ളതായിരുന്നു ഇവരുടെ ആദ്യ ആവശ്യം. അങ്ങനെ മലയാള സിനിമയിലെ പല നടന്മാരെയും നടിമാരെയും എല്ലാം ഇവർ സമീപിച്ചു. ഷംനയെ തന്നെ 3 തവണ ഇവർ ഈ കാര്യവുമായി സമീപിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്.
മനസ്സിലാക്കാൻ കഴിയുന്നു. അന്നെല്ലാം ഷംന ഈ ആവശ്യം തള്ളിക്കളയുകയും ചെയ്തു. പിന്നീട് അതിനുശേഷമാണ് ഷംന കാസിമിനെ കുറിച്ച് പ്രതികൾ കാര്യമായി പഠിക്കുന്നത്. ഷംന കാസിമിനെ വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ പ്രതികൾ അൻവർ അലി എന്ന ഒരാൾ ഷംന കാസിമിനെ പരിചയപ്പെടാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഹാരിസ്, അതായത് പ്രധാന പ്രതിയായിട്ടുള്ള റഫീഖിന്റെ സഹോദരൻ ഹാരിസ്, ഇയാൾ ഹെയർ സ്റ്റൈലിസ്റ്റ് ആണ്. ഈ ഹാരിസ് ഷംന കാസിമിനെ ഫോണിൽ വിളിക്കുന്നു. അൻവർ അലി നിങ്ങളെ വിളിക്കുമെന്ന് പറയുന്നു. അങ്ങനെ ഷംന കാസിമിനെ അൻവർ അലി ഒരു സാമ്പത്തികമായി ഉയർന്ന കുടുംബത്തിലെ അംഗമാണ്, വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നെല്ലാം പറഞ്ഞ് പരിചയപ്പെടുകയാണ്. പിന്നീട് ഇരുവരും തമ്മിൽ ഫോണിലൂടെ സംസാരമാകുന്നു. ഇതിനിടയിലെല്ലാം 50,000 രൂപയും 1,00,000 രൂപയും പ്രതികൾ ചോദിക്കുന്നു. ഇവിടെയാണ് പ്രതികൾക്ക് ഒരു പാളിച്ച സംഭവിച്ചത്. കാരണം പാലക്കാട് വെച്ച പെൺകുട്ടികളെ സ്വർണത്തിന് എസ്കോട്ട് പോകാൻ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ഇവർ വിളിച്ചു വരുത്തുകയും പല ഘട്ടങ്ങളിലായി ഇതൊരു ഡീലാണ്, അതിന് മുദ്രപേപ്പറിൽ ഒപ്പിടാൻ വേണ്ടി കുറച്ച് പണം ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഈ പെൺകുട്ടികളുടെ കൈകളിൽ നിന്ന് 10,000 രൂപയും അവരുടെ സ്വർണവും എല്ലാം വാങ്ങുന്ന ഒരു രീതി തന്നെയാണ് ഷംന കാസിമിലും ഇവർ പ്രയോഗിക്കാൻ നോക്കിയത്. കാരണം 50,000 രൂപ 1,00,000 രൂപ എന്നുള്ള ഒരു ചെറിയ തുകയാണ് പ്രതികൾ ആവശ്യപ്പെട്ടത്. സ്വാഭാവികമായും ഷംനയ്ക്ക് സംശയമുണ്ടാകും, ഇത്രയും വലിയ പണക്കാരൻ ആയിട്ടുള്ള വ്യക്തി എന്തിനാണ് 50,000 രൂപയും 1,00,000 രൂപയും എല്ലാം ആവശ്യപ്പെടുന്നത്? അവിടെ തന്നെ സംശയം ഉടലെടുക്കുകയാണ്. പിന്നീട് ഷംനയുടെ വീട്ടിൽ ഈ സംഘം എത്തുന്നു. അതും 3-ാം തീയതി വരാൻ പറഞ്ഞ സംഘം 3-ാം തീയതി ഞങ്ങൾക്ക് എത്താൻ കഴിയില്ല, ഒരു മരണ വീട്ടിൽ പോകേണ്ടതുണ്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് എത്താം എന്ന് പറഞ്ഞ് ഇവരെ അറിയിക്കുകയാണ്. അങ്ങനെ അവിടെ ഷംനയുടെ വീട്ടിലെത്താൻ നേരത്തും ഇവരുടെ വേഷവിധാനങ്ങളെല്ലാം കണ്ട് ഷംനയുടെ അമ്മയ്ക്ക് സംശയം തോന്നുകയാണ്. ഒപ്പം തന്നെ പിതാവ് കാസിം ആവശ്യപ്പെടുന്നു, ഈ പറയുന്ന ചെറുപ്പക്കാരൻ്റെ അല്ലെങ്കിൽ യുവാവിൻ്റെ ഫോട്ടോ കാണിക്കാൻ ആവശ്യപ്പെടുന്നു. ഈ സമയത്തൊന്നും ഈ പ്രതികൾക്ക് ആ ഫോട്ടോ കാണിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. അവിടെയെല്ലാം സംശയം കൂടുതൽ ഉടലെടുക്കുന്നു. ഒപ്പം തന്നെ ഷംനയുടെ സഹോദരൻ ഇവർ വന്നു പോയതിനു ശേഷം CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ കൂട്ടത്തിൽ ഒരാൾ ഷംനയുടെ വീടിൻ്റെ ദൃശ്യങ്ങളെല്ലാം മൊബൈൽ ഫോണിൽ പകർത്തുന്നുണ്ട്. അതോടുകൂടിയാണ് ഷംന കാസിം പരാതി കൊടുക്കുന്നത്. പിന്നീട് പോലീസ് അന്വേഷണം ശക്തമാക്കുന്നു. ഈ പോലീസ് അന്വേഷണത്തിൽ മനസ്സിലാകുന്നു റഫീഖും ഹാരിസും ചേർന്നുകൊണ്ടാണ്. ഒപ്പം തന്നെ മറ്റൊരു ഇവരുടെ എല്ലാം ഈ പ്രതികളുടെ എല്ലാം ഒരു ആശാൻ എന്ന് പറയുന്ന ഒരാൾ ഈ കൂട്ടത്തിലുണ്ട്. അയാൾ കുറേ നാളായി ദുബായിലായിരുന്നു, പിന്നീട് തിരിച്ചിവിടെ എത്തിയിട്ടുണ്ട്. ഈ ആളായിരുന്നു ഇത്തരത്തിലുള്ള തട്ടിപ്പെല്ലാം നടത്താമെന്ന് ഹാരിസിനെയും റഫീഖിനെയും എല്ലാം പഠിപ്പിച്ചു കൊടുത്തത്. അങ്ങനെയുള്ള സംഘം ചേർന്ന് തയ്യാറാക്കിയ ഒരു തിരക്കഥയാണ് ഇതെന്നുള്ളത് മനസ്സിലാവുന്നത്. ഇതിൽ ഇവർക്കൊരു പാളിച്ച സംഭവിച്ചത് ഈ ഷംന കാസിമുമായി അടുത്ത ശേഷം ഷംന കാസിമിനെ തട്ടിക്കൊണ്ടുപോയി അവർക്ക് മോശപ്പേരുണ്ടാക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പണം തട്ടാനായിരുന്നു പ്രതികളുടെ പദ്ധതി. എന്നാൽ അതിന് മുൻപേ തന്നെ ഷംന കാസിമിന്റെ വീട്ടിൽ ഇവരെത്തി വിവാഹാലോചനയുമായി എത്തിയതാണ് ഇവർക്ക് സംഭവിച്ച ഒരു പാളിച്ച എന്ന് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും പ്രതികൾ ഇനി 4 പേരും കൂടി പിടിയിലാകാനുണ്ട്. ഈ 4 പേരെ ഉടൻ പിടികൂടുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അരുൺ, ഷഹീൻ ആന്റണിയാണ് കൃത്യമായ വിവരങ്ങൾ വിശദീകരിച്ചത്. ഷംന കാസിം രക്ഷപ്പെട്ടത് തലമുടി നാരിഴയ്ക്കാണ്. പക്ഷേ ഷംന കാസിമിനെ കുടുക്കാൻ ശ്രമിച്ചവർക്കൊരു പാളിച്ച പറ്റി. ഷംന കാസിമിന് വിവാഹാലോചനയുമായി വന്ന യഥാർത്ഥയാളല്ല റഫീഖ് എന്ന് ഷംന കാസിമിന് ബോധ്യപ്പെടുമായിരുന്നു. വീഡിയോ കോൾ ഒരെണ്ണമെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ. ഓരോ തവണയും വീഡിയോ കോൾ മാറ്റിവെച്ചപ്പോഴും ഷംന കാസിമിന് സംശയം ജനിച്ചു. ആ സംശയം ഒടുവിൽ 3-ാം തീയതി വലിയ രീതിയിലുള്ള പരാതിയായി മാറുകയും ചെയ്തു. അങ്ങനെ ഒരു വലിയ അപകടത്തിൽ നിന്ന് ഷംന കാസിം രക്ഷപ്പെട്ടു എന്ന് തന്നെയാണ് പോലീസ് ഈ ഘട്ടത്തിൽ നമ്മളോട് പറയുന്നത്. അന്വേഷണം തുടരുകയാണ്. എന്തായാലും ഷംന ഇപ്പോൾ സുരക്ഷിതയാണ്. ഇനി നമ്മൾ പോകുന്നത് ഇന്നത്തെ പ്രധാനപ്പെട്ട കേസിലേക്കാണ്. കേസ് നടക്കുന്നത് 9 വർഷം മുമ്പാണ്. 2011 മാർച്ച് മാസം 26-ാം തീയതി. അന്ന് SSLC പരീക്ഷ അവസാനിക്കുന്ന ദിവസമാണ്. അവസാന പരീക്ഷ ബയോളജിയാണ്. 3:30 പരീക്ഷ അവസാനിക്കും. കൊല്ലം ജില്ലയിൽ പുനലൂരിലെ ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ്സിലെ അവസാന പരീക്ഷയായ ബയോളജി എഴുതി റാണ പ്രതാപ് എന്ന 14 വയസ്സുള്ള കുട്ടി അവന്റെ 4 സുഹൃത്തുക്കളുമൊത്ത് പുനലൂർ പട്ടണത്തിൽ തന്നെയുള്ള ഇംപീരിയൽ ബേക്കറിയിലേക്ക് പോകുന്നു. പരീക്ഷ അവസാനിക്കുന്നത് 3:30. ഇംപീരിയൽ ബേക്കറിയിൽ റാണ പ്രതാപും കൂട്ടുകാരും എത്തുന്നത് 4:15. ഇംപീരിയൽ ബേക്കറിയിൽ കയറി ജ്യൂസ് ഓർഡർ ചെയ്യുന്നു. ജ്യൂസ് ഓർഡർ ചെയ്ത് കടക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നു. റാണ പ്രതാപ് നിമിഷങ്ങൾക്കുള്ളിൽ മറിഞ്ഞു വീഴുന്നു, മരിക്കുന്നു. ആദ്യം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, അവിടെ ഡെത്ത് കൺഫേം ചെയ്യുന്നില്ല. തൊട്ടടുത്ത പൊയിലോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു, അവിടെ ഡെത്ത് കൺഫേംഡ് ആവുന്നു. റാണ പ്രതാപ് 3:30 പരീക്ഷ എഴുതി 4:15 മരണത്തിന് മുൻപ് എന്തു സംഭവിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ദുരൂഹമായത്. ഇതിനിടയിൽ മറ്റൊന്നുകൂടി സംഭവിച്ചു. റാണ പ്രതാപിന്റെ വീടിനടുത്ത് താമസിക്കുന്ന ഒരാൾ, പാസ്റ്റർ എന്ന് വിളിക്കുന്ന ഒരാൾ,
അമേരിക്കയിലേക്ക് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അപ്രത്യക്ഷനാവുന്നു. പിന്നീട് അയാൾ മരിച്ചു എന്ന പത്രവാർത്ത പുറത്തു വരുന്നുണ്ട്. പക്ഷെ പോലീസ് അന്വേഷണത്തിൽ ഒരിക്കലും ഇയാളുടെ പേര് പരാമർശിച്ചിട്ടേയില്ല. റാണ പ്രതാപിന് എന്ത് സംഭവിച്ചു എന്ന് ആഴത്തിൽ പരിശോധിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആഴത്തിൽ പരിശോധിക്കാം. എന്നെ സഹായിക്കാൻ ഡോക്ടർ അന്നമ്മ ജോണും ഉണ്ടാവും, ഫോറൻസിക് എക്സ്പേർട്ട്. നമുക്കാദ്യം ഈ കഥ കേൾക്കണം. എന്താണ് സംഭവിച്ചത് റാണ പ്രതാപിന്? വെൽക്കം ടു ദ ഷോ. ഒരു കെട്ടുകഥയായി തീരുകയാണ് റാണ പ്രതാപിന്റെ മരണം. 9 വർഷം കഴിഞ്ഞിട്ടും 3 ഹർജികൾ കോടതിയിൽ സമർപ്പിക്കപ്പെട്ടു. ആദ്യഘട്ടത്തിൽ അന്വേഷണം DVSP വർഗീസ് ഏറ്റെടുത്തു, പക്ഷേ എങ്ങും എത്തിയില്ല. പിന്നീട് ഉണ്ണിരാജ SP ഏറ്റെടുത്തു, അതും എങ്ങും എത്തിയില്ല. പിന്നെ ജയരാജൻ ഏറ്റെടുത്തു, അതും എങ്ങും എത്തിയില്ല. തുടർച്ചയായ ഹർജികൾക്കൊടുവിൽ അന്വേഷണ സംഘത്തെ ഇപ്പോൾ നയിക്കുന്നത് B സന്ധ്യ IPS ആണ്. എന്താണ് റാണ പ്രതാപിന് സംഭവിച്ചത്? നമുക്ക് ആ കഥ ആദ്യം കാണാം. പുനലൂരിലേക്ക്, റാണ പ്രതാപിന് മരണം സംഭവിച്ച ഇംപീരിയൽ ബേക്കറിയിലേക്ക്. പോലീസിനെ ഓർത്ത് അഭിമാനമാണ് നാം ഏവർക്കും. ഓരോ കേസും വേഗത്തിൽ തീർപ്പാക്കാൻ അത്രമേൽ ഉത്സാഹമാണ് ഓരോ ഉദ്യോഗസ്ഥർക്കും. എന്നാൽ പുനലൂരിലെ റാണ പ്രതാപിന്റെ മരണത്തിൽ ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് നമ്മുടെ പോലീസ് സംഘം. മാർച്ച് 26 സംഭവം. അടിമുടി ദുരൂഹമായിരുന്നു റാണ പ്രതാപിന്റെ മരണം. SSLC പരീക്ഷയുടെ അവസാന ദിനം 4 സഹപാഠികൾക്കൊപ്പം പുനലൂരിലെ ഇംപീരിയൽ ബേക്കറിയിൽ ജ്യൂസ് കുടിച്ച് പിരിയാനൊരുങ്ങിയ നിമിഷം ജ്യൂസ് ഓർഡർ ചെയ്ത് 2 മിനിറ്റിനുള്ളിൽ പിടഞ്ഞു വീണു. ഹൃദയസ്തംഭനമെന്നാണ് ആദ്യം കരുതിയത്. ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ആദ്യഘട്ടത്തിൽ സ്വാഭാവിക മരണമെന്ന നിഗമനത്തിലായിരുന്നു ആശുപത്രി അധികൃതർ. എന്നാൽ പോസ്റ്റ്മോർട്ടം വേണമെന്ന് ബന്ധുക്കൾ നിർബന്ധം പിടിച്ചു. അങ്ങനെയാണ് നിർണായക തെളിവുകൾ പുറത്തുവരുന്നത്. ആസൂത്രിത കൊലപാതകമെന്ന സംശയമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉയർത്തുന്നത്. വിഷം ഉള്ളിൽ ചെന്നാണ് റാണ പ്രതാപിന്റെ മരണമെന്നാണ് നിഗമനം. റാണ പ്രതാപ് കുഴഞ്ഞു വീണയുടൻ ഓടിപ്പോയ 2 സഹപാഠികളാണ് കുടുംബത്തിന്റെ സംശയമുനയിലുള്ളത്. അയൽവാസിയായ അമേരിക്കൻ മലയാളിക്കൊപ്പം ചേർന്ന് വൈരാഗ്യം തീർക്കാൻ കൊലപ്പെടുത്തിയെന്നാണ് സംശയം. റാണ പ്രതാപിന്റെ മരണശേഷം ഇയാൾ അപ്രത്യക്ഷനായി. ആദ്യം പുനലൂർ പോലീസും ക്രൈംബ്രാഞ്ചിന്റെ 4 സംഘങ്ങളും അന്വേഷിച്ചിട്ടും യാതൊരു തുമ്പും കിട്ടിയില്ല. ഹൈക്കോടതി ഉത്തരവിൽ അന്വേഷണം തുടങ്ങി ADGP B സന്ധ്യയും വഴിമുട്ടി നിൽക്കുകയാണ്. നേരറിയാൻ ഇനി CBI വരണം എന്നാവശ്യമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. മകന്റെ മരണത്തിലെ സത്യമറിയാൻ പിതാവ് സുധീന്ദ്രപ്രസാദ് ഇന്നും നിയമ പോരാട്ടത്തിലാണ്. അന്ന് അവസാന SSLC പരീക്ഷയും എഴുതിയതിനു ശേഷം റാണ പ്രതാപും 4 സുഹൃത്തുക്കളുമാണ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും 200 മീറ്റർ മാത്രം അകലെയുള്ള ഇംപീരിയൽ ബേക്കറിയിലേക്ക് പോയത്. അതും വീട്ടിലേക്ക് പോകുന്ന വഴിയിലുള്ള ഇംപീരിയൽ ബേക്കറി നഗരമധ്യത്തിൽ. 4 സുഹൃത്തുക്കളിൽ 2 പേർ അപകടം നടന്ന ഉടൻ തന്നെ ഓടിപ്പോയി എന്നാണ് മൊഴികളിലുള്ളത്. ഈ 2 പേരെ ചുറ്റിപ്പറ്റിയാണ് വീട്ടുകാർക്ക് ആദ്യം സംശയമുണ്ടായത്. ഒപ്പം അയൽപക്കത്ത് താമസിക്കുന്ന ഒരു അമേരിക്കൻ മലയാളി. സംശയമുണ്ടായ നാൾ മുതൽ അയാളെ കാണാനില്ല, അപ്രത്യക്ഷനായി. പിന്നീട് അറിഞ്ഞു കടൽ കടന്ന് അമേരിക്കയ്ക്ക് പോയി ഈ അമേരിക്കൻ മലയാളി. പോലീസിന്റെ അന്വേഷണത്തിൽ ഒരു ഘട്ടത്തിലും ഈ അമേരിക്കൻ മലയാളിയെ പ്രതി ചേർത്തില്ല. ദുരൂഹമാണ്, ഏറെ ദുരൂഹമാണ് ഈ അപ്രത്യക്ഷമാകലും പ്രതി ചേർക്കാത്തത്. ഞാൻ പറഞ്ഞതല്ല, നേരിട്ട് നമുക്ക് റാണ പ്രതാപിന്റെ കുടുംബത്തോട് ചോദിക്കാം. റാണ പ്രതാപിന്റെ കുടുംബം കൂടുതൽ വിശദീകരിക്കും. റാണ പ്രതാപിന്റെ അച്ഛനിലേക്ക്. സുധീന്ദ്രപ്രസാദ്, ഒറ്റ സംശയമാണ് ഈ ഘട്ടത്തിലുള്ളത്. ഈ അമേരിക്കൻ മലയാളിയെ ചുറ്റിപ്പറ്റി തന്നെയാണോ ഇപ്പോഴും നിങ്ങൾക്ക് സംശയമുള്ളത്?
പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. ഇയാൾ ഇപ്പോൾ ജീവനോടെ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് ഈ അമേരിക്കൻ മലയാളിയിൽ നിങ്ങൾക്ക് സംശയം? ഞാൻ അയാളുമായിട്ട് വളരെ വർഷങ്ങളായിട്ട് എന്റെ കുടുംബ വീടിനോട് ചേർന്നുള്ള ഒരു വസ്തുവിലേക്ക് ഒരു അനധികൃതമായിട്ടൊരു ഷെയ്ഡ് പണിഞ്ഞിരുന്നു. അതിന്റെ പേരിൽ കേസും വഴക്കും ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഒരു 7-8 വർഷത്തോളം കൊട്ടാരക്കര സബ് കോടതിയിൽ കേസ് നടന്നിരുന്നു. ആ കേസിൽ 8 വർഷത്തിന് ശേഷം അയാൾ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് കൊടുത്തെങ്കിലും അതിൽ എനിക്ക് അനുകൂലമായിട്ട് നഷ്ടപരിഹാരം കൊടുക്കേണ്ടതും അത് അനധികൃതമാണെന്നും കൊട്ടാരക്കര സബ് കോടതിയിൽ നിന്ന് വിധി വന്നിരുന്നു. ഈ വിധി വന്ന് ഒരു 2-3 മാസത്തിനുള്ളിലാണ് ഈ സംഭവം നടക്കുന്നത്. നടക്കുന്ന ആ സമയത്തെന്ന് വെച്ചാൽ ഈ അയൽവാസികളുടെ ബിൽഡിങ്ങിൽ സ്ഥിരമായിട്ട് പ്രാർത്ഥന എന്ന പേരിൽ ബന്ധുക്കോസ് പ്രാർത്ഥന എന്ന പേരിൽ സ്ഥിരമായിട്ട് കുറച്ച് പേര് വരുന്ന കൂട്ടത്തിൽ ഈ കൂടെ ആ സമയത്തുണ്ടായിരുന്ന 2 വിദ്യാർത്ഥികൾ, ലിബിൻ ജോർജ്, ഫെറിൻ ജോൺ, 2 വിദ്യാർത്ഥികൾ അവിടെ പ്രാർത്ഥനയിൽ വരുന്നവരായിരുന്നു. അവരാണ് ആ സമയത്ത് അവിടെ നിന്ന് ഓടിപ്പോയത്. ശരി, എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഒരു സാഹചര്യം അവിടെയുണ്ട്. പക്ഷേ താങ്കളുടെ മകനെ അഥവാ റാണ പ്രതാപിനെ കൊലപ്പെടുത്തത്തക്ക രീതിയിൽ ഒരു വൈരാഗ്യം ഈ അമേരിക്കൻ മലയാളിക്കൊരു വസ്തുതർക്കവുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്ന് നമുക്ക് കരുതാനാകുമോ? ഒന്നുകിൽ ഒരു പാസ്റ്ററാണ്, രണ്ടാമത്തത് ഒരു അതിർത്തി തർക്കം മാത്രമാണ്. വലിയ രീതിയിലുള്ള നഷ്ടമൊന്നും അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുമില്ല. എന്തുകൊണ്ട് റാണ പ്രതാപിനോട് വൈരാഗ്യം? അതിന്റെ കാരണം എന്ന് പറയുന്നത് പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് പുനലൂർ പരിസരത്ത് പുനലൂരുള്ള മിക്ക ജനങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പുള്ളിയുടെ പിതാവായ കുഞ്ഞുകുട്ടിയാച്ചാൻ എന്ന് വിളിക്കുന്ന അദ്ദേഹം പുനലൂർ ടൗണിൽ നിന്നും ഒരു 2 കിലോമീറ്റർ മാറ്റി മുക്കള എന്ന സ്ഥലത്ത് ആറ്റിൽ കൊല ചെയ്യപ്പെട്ട് ചാക്കിൽ കെട്ടി താഴ്ത്തിയതായിട്ട് ഒരു ആരോപണം ഇരുന്നു. അത് യാതൊരു കേസും ഇല്ലാതെ സാമ്പത്തിക സ്വാധീനത്താൽ ഇല്ലാതെ പോയി. അങ്ങനെ പുള്ളിയുടെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെ പല വേറെ പുള്ളിയുടെ മകളുടെ കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഒരു അമേരിക്കയിൽ കുഞ്ഞ് ഓളയിൽ മരിച്ച ഒരു കേസുണ്ടായിരുന്നു. ഓളയിൽ വെച്ച് സിനി മാത്തീസ് എന്ന് പറഞ്ഞ അങ്ങനെ ഒരു കേസുണ്ടായിരുന്നു. ആ കേസിൽ പുള്ളിയുടെ മകളായിരുന്നു അതിനകത്ത്, മകളുടെ ഹസ്ബൻഡുമായിരുന്നു. അന്നേരം ഹസ്ബൻഡിനെ ശിക്ഷിച്ച് അവരെ വെറുതെ വിട്ടെന്നുള്ള ഇത് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പശ്ചാത്തലമുള്ളൊരു കുടുംബമാണ്. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും അത് തന്നെ നമുക്ക് 100% അറിയാം പുള്ളിയുടെ സ്വഭാവത്തിൽ നിന്ന്. അതിന് മുമ്പ് എന്നെ ഒരു പ്രാവശ്യം ഈ കേസ് എനിക്ക് അതിനുള്ള വിധി വന്നതിന് ശേഷം എന്നെ ഒന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതുപോലെ എനിക്ക് ഞാൻ പണി തീരുവിടാന്ന്, ഏതെങ്കിലും രീതിയിൽ പണി തീരുമെന്ന്. അങ്ങനെ പലരോടും പറഞ്ഞതും ഞങ്ങൾ അറിഞ്ഞിരുന്നു. വേറെ പലരും എനിക്ക് എപ്പോഴായാലും ഒരു പണി തീരുമെന്ന്. അപ്പം ഈ രീതിയിൽ ചെയ്യുന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കില്ലായിരുന്നു. ഒരു സംശയം കൂടി. ഇതിൽ അവസാനത്തെ ദിവസം പരീക്ഷ കഴിഞ്ഞ് മകൻ ഇംപീരിയൽ ബേക്കറിയിലേക്ക് പോകുന്നതിനിടയിൽ ആകെ കിട്ടുന്ന സമയം 3:30 കഴിഞ്ഞാൽ 4:15 വരെ 45 മിനിറ്റാണ്. ഈ 45 മിനിറ്റിനിടയിൽ എന്തു സംഭവിച്ചേക്കുമെന്നാണ് നിങ്ങളുടെ ഊഹം ഈ ഘട്ടത്തിൽ? ആ ഊഹം ശരിയാകണമെന്നില്ല എങ്കിലും അന്ന് അവസാന ദിവസം പരീക്ഷ ആയതുകൊണ്ട് അധ്യാപകരോടെല്ലാം പല അധ്യാപകരോടും പറഞ്ഞു ഇതുപോലെ പിന്നെ ഞാൻ അടുത്ത വർഷം +1 ഇതേ സ്കൂളിൽ തന്നെ കാണുമെന്നും എന്നെല്ലാം പറഞ്ഞ് വളരെ സന്തോഷത്തോടെയിരുന്നു. പിന്നെ സ്കൂൾ അവസാനിക്കുന്ന ദിവസമല്ല അവളെ സ്കൂളിന്റെ വാതിക്കൽ പുറത്ത് ഇടയ്ക്ക് ചുറ്റിപ്പറ്റിയതിന് ശേഷമായിരിക്കാം അവർ അവിടെ തിരിച്ചത്. എന്നാലും സാധാരണ സ്കൂൾ അവസാനിക്കുന്ന ദിവസങ്ങളിൽ കുട്ടികളെല്ലാം സ്കൂളിന് പരിസരത്ത് നിൽക്കില്ല. അങ്ങനെ നിന്നിട്ടായിരിക്കും പോയത്. അങ്ങനെ പോയിട്ട് 4:15 മണിയോട് ശേഷമാണ് ഈ സംഭവം എന്ന് പറയുന്നത്. ശരിയാണ്. സുധീന്ദ്ര പ്രസാദ് തുടരണം. 3:30 പരീക്ഷ കഴിഞ്ഞു. 4:15 ഇംപീരിയൽ ബേക്കറിയിലേക്ക് റാണ പ്രതാപും 4 കൂട്ടുകാരും എത്തുന്നു. ജ്യൂസ് ഓർഡർ ചെയ്ത് കടയിലേക്ക് കയറി ഉടൻ തന്നെ കസേരയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ മരിച്ചു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. സംഭവ സ്ഥലത്ത് നേരിട്ടുണ്ടായിരുന്ന അനിൽ ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയാണ്. നേരിട്ട് നമുക്ക് മൊഴി നൽകിയിട്ടുണ്ട്. എന്താണ് ഇംപീരിയൽ ബേക്കറിയിൽ 2011 മാർച്ച് മാസം 26-ാം തീയതി വൈകുന്നേരം 4:15 റാണ പ്രതാപിന് സംഭവിച്ചത്? നേരിട്ട് കണ്ടയാൾ നമ്മളോട് പറയും. അനിൽ, ഞാൻ ആ ഇംപീരിയൽ ബേക്കറിയിൽ ചെല്ലുമ്പോൾ എൻ്റെ കൂട്ടുകാരും ഉണ്ടായിരുന്നു എന്നോടൊപ്പം. അവിടെ ചെല്ലുമ്പോൾ ഈ പയ്യനും അവൻ്റെ കൂട്ടുകാരും കൂടെ അവിടെ കാപ്പി കുടിക്കാനായിട്ട് കയറി വന്നു. അവരെന്താ ഓർഡർ ചെയ്തതെന്നറിയില്ല. ഓർഡർ ചെയ്ത സാധനം കൊടുത്തില്ല. അതിനു മുമ്പ് ഞാൻ പുറകിലേക്ക് നോക്കിയപ്പോഴേ ആ പയ്യൻ പുറകോട്ട് വീഴുന്നതാണ് കണ്ടത്. ഞങ്ങളപ്പോൾ കയ്യിലുണ്ടായിരുന്ന സന്നിവല്ലം ആണെന്ന് വിചാരിച്ച് കയ്യിലുണ്ടായിരുന്ന താക്കോൽ കൂട്ടങ്ങളൊക്കെ കൊടുത്തു. നമ്മുടെ ഓഫീസിൻ്റെ താക്കോലൊക്കെ ഉണ്ടായിരുന്നു, അത് കൊടുത്തു നോക്കി. പക്ഷേ എന്നിട്ടൊന്നും അവനതിൽ നിന്ന് മോചിതനാകാതിരുന്നത് കൊണ്ട് അവനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു കൊട്ടാരക്കരയ്ക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. വീണ്ടും കൊട്ടാരക്കരയിലെ ഏതോ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് തന്നെ അവൻ മരണപ്പെട്ടു. അതാ സംഭവിച്ചത്. എനിക്കൊരിക്കൽ കൂടി സുധീന്ദ്ര പ്രസാദിലേക്ക് പോകണം. അതിനുശേഷം ഞാൻ ഫോറൻസിക് എക്സ്പെർട്ടിലേക്ക് പോകും. നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കെമിക്കൽ അനാലിസിസും പരിശോധിക്കുകയും വേണം. സുധീന്ദ്ര പ്രസാദ്, ഇവിടെ ദൃക്സാക്ഷി പറയുന്നതനുസരിച്ച് ആദ്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അതായത് 4:15 ഇംപീരിയൽ ബേക്കറിയിൽ
വീഴുന്ന റാണ പ്രതാപിനെ എപ്പോഴാണ് ആശുപത്രിയിൽ എത്തിക്കുന്നത്? എപ്പോഴാണ് മരണം സ്ഥിരീകരിക്കുന്നത്? എന്നെ വീട്ടിലേക്ക് എന്റെ വീടുമായിട്ട് ഒരു 500 മീറ്റർ ദൂരെ ഉള്ള ഈ ബേക്കറി എന്ന് പറയുന്നത്. എന്നെ വീട്ടിലോട്ട് വിളിച്ച് ഫോൺ ചെയ്ത് ഒരാൾ വിളിച്ച്, അങ്ങനെ ഞാനും പെട്ടെന്ന് മൂത്ത മോനും കൂടെ അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു കണ്ടപ്പോഴേ എനിക്കത് മരണം സംഭവിച്ചതായിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ എടുത്ത് പെട്ടെന്ന് ഒരു ആട്ടോയിൽ അവിടുന്ന് ഒരു 250 മീറ്റർ ദൂരമുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ സെന്റ് തോമസ് ഹോസ്പിറ്റൽ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പം ഡോക്ടർക്ക് മനസ്സിലായിട്ടായിരിക്കും. ഡോക്ടർ പറഞ്ഞു ഇവിടെ ICU ഇല്ല, ICU ഉള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഉള്ളോട്ട് അവിടെ നിന്ന് തന്നെ 2 കിലോമീറ്റർ ദൂരെയുള്ള പൊയ്യാനിൽ ഹോസ്പിറ്റൽ പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു 10 ICU യൂണിറ്റിൽ കയറ്റി ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പം ഡോക്ടർ ഇറങ്ങിയെന്ന് പറഞ്ഞു, ഇത് നിങ്ങൾ അവിടെ നിന്ന് എടുത്തതെന്ന് പറയുന്ന അതേ സമയത്ത് അതിൽ ഒരു മുക്കാൽ മണിക്കൂർ മുമ്പ് തന്നെ മരണം സംഭവിച്ചാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്. 3/4 മണിക്കൂർ മുമ്പ് മരണം സംഭവിച്ചിരുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതിനു മുമ്പ് തന്നെ ഞങ്ങൾക്ക് മരണപ്പെടാനുള്ള മനസ്സിലായിരുന്നു ആദ്യം തന്നെ. ഈ എപ്പോഴാണ് സംശയം തോന്നിയത് ഇത് ഹൃദയാഘാതം മൂലമുള്ള മരണമായിരിക്കില്ല എന്ന് സംശയം തോന്നാനുള്ള കാരണം? സംശയം തോന്നാൻ ഞങ്ങൾ ആദ്യം അവൻ ഇത്രയും വളരെ നല്ല ആരോഗ്യമുള്ള ഒരു കുട്ടിയായിരുന്നുകൊണ്ട് അങ്ങനെ ഒരു കണക്കിനും അറ്റാക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മളെ മനസ്സിലായത്. പലരും സൈലന്റ് അറ്റാക്ക് എന്നാണ് ഇവിടെ മൊത്തത്തിൽ ടൗണിൽ മൊത്തം പ്രചരിപ്പിച്ചത്. സൈലന്റ് അറ്റാക്ക് പെട്ടെന്ന് വീണ് മരിച്ചുകൊണ്ട് സൈലന്റ് അറ്റാക്ക് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ കൂടെ ഓടിപ്പോയ കുട്ടികളെ ഒരു ജിബിൻ ജോസ് എന്ന് പറഞ്ഞ കുട്ടികളെ മാതാവ് മേരി അവര് വിളിച്ചിട്ട് പിന്നെ അവന് കുഴപ്പം വല്ലതും ഉണ്ടായിരുന്നു, വയറുവേദന വല്ലതും ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ അറിയുന്ന ഇങ്ങനെ വയറുവേദന ഉണ്ടായിരുന്നു, ഞങ്ങൾ പിന്നെ കാണുന്നില്ല, ആളിനെ ജീവനോടെ കാണുന്നില്ല. അത് എന്റെ മോൻ ലിബിൻ ജോസ് അവന് വയറുവേദനയായിട്ട് കൂടുതൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി അവിടെ 2 ദിവസം അഡ്മിറ്റായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു നമുക്ക് അതിനെപ്പറ്റി ഞങ്ങൾക്ക് ഇങ്ങനെ സംശയമില്ലല്ലോ. അങ്ങനെ ഇരുന്ന് എനിക്ക് ഇൻവെസ്റ്റിഗേഷൻ റൂമിലേക്ക് ഒരിക്കൽ കൂടി പോകണം. അവിടെ നിർണായകമായ 2 റിപ്പോർട്ടുകൾ നമ്മളെ കാത്തിരിക്കുന്നു. ഇപ്പോൾ സുധീന്ദ്ര പ്രസാദ് പറഞ്ഞ വാചകം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് അപകടം നടന്ന് മരണം നടന്നതിനു ശേഷം തൊട്ടടുത്ത 2 ദിവസം കഴിയുമ്പോൾ, അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതിന് മുൻപ് മരണം ഹൃദയാഘാതം മൂലമാണ് എന്ന് ആളുകൾ ധരിച്ചിരിക്കുന്ന സമയത്ത് സംഭവ സ്ഥലത്ത് നിന്നും കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരിൽ 2 പേർ ഓടിപ്പോയിരുന്നു. അതിലൊരു കൂട്ടുകാരന്റെ അമ്മ പറയുന്നു, എങ്ങനെയാണ് മരണം സംഭവിച്ചത്, സംശയം എന്തെങ്കിലും ഉണ്ടോ? മാത്രവുമല്ല എന്റെ മകന് ചെറിയ വയറിൽ അസുഖമുണ്ട്, വേദനയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ കൂടി ആ അമ്മ ബോധിപ്പിക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോയിസൺ കാരണമാണ് മരണം എന്നുറപ്പിച്ചിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതിനും 48 മണിക്കൂർ മുമ്പ് ഓടിപ്പോയ വിദ്യാർത്ഥിയുടെ കൂട്ടുകാരന്റെ അമ്മയ്ക്ക് എങ്ങനെ സംശയം തോന്നുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിലേക്ക് വരും. ഒപ്പം നമുക്ക് 2 പ്രധാനപ്പെട്ട തെളിവുകൾ ഈ കേസിൽ നിർണായകമാണ്. ഒന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, 2 കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ട്. 2ലേക്കും നമ്മൾ എത്തുന്നു. സംഭവ ദിവസം റാണ പ്രതാപിനോടൊപ്പം ഉണ്ടായിരുന്നത് 4 വിദ്യാർത്ഥികൾ. ഇതിൽ 2 വിദ്യാർത്ഥികൾ റാണ പ്രതാപിനോടൊപ്പം ഇംപീരിയൽ ബേക്കറിയിൽ ജ്യൂസ് കുടിക്കാൻ കയറിയിരുന്നു. സംഭവ സ്ഥലത്ത് പൂർണ്ണമായിട്ടും ഉണ്ടായിരുന്നു. എന്നാൽ 2 പേർ നിർണായകമാണ്. ഈ സംഭവ സ്ഥലത്ത് കൃത്യം നടക്കുന്ന സമയത്ത് ബേക്കറിയിൽ ഉണ്ടായിരുന്നിട്ടും മറിഞ്ഞു വീഴുന്നത് കാണുമ്പോൾ 2 പേർ ഇറങ്ങി ഓടുകയാണ്. ഉറ്റ കൂട്ടുകാരാണ്, ഉറ്റ ചങ്ങാതിമാരാണ്. SSLC പരീക്ഷ അവസാനം കഴിയുന്നതിന്റെ സന്തോഷത്തിൽ 4 പേരും ഒരുമിച്ച് ബേക്കറിയിലേക്ക് എത്തുന്നു. ഇതിൽ 2 പേർ കൂടെ ഉണ്ടാവുന്നു. പക്ഷേ 2 പേർ കൃത്യം നടക്കുന്ന സമയത്ത് ആ ബേക്കറിയിൽ നിന്നും ഇറങ്ങിയോടുന്നു. എന്തിനു വേണ്ടിയായിരിക്കും ഈ 2 പേർ ഇറങ്ങിയോടിയത് എന്ന ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കെമിക്കൽ റിപ്പോർട്ടും നമ്മളെ സഹായിക്കുമോ എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നമുക്കൊപ്പം ഈ വിഷയങ്ങളിൽ ആധികാരികമായി വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുന്ന ഫോറൻസിക് സർജൻ ഡോക്ടർ അന്നമ്മ ജോൺ തത്സമയം ചേരും. ഒപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ റിട്ടയർഡ് DYSP മോഹൻദാസും ചേരും. ഇതിലേറ്റവും ശ്രദ്ധേയമായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആദ്യം വരുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് 4 ദിവസത്തിനു ശേഷം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എയർ പാസേജസ് കണ്ടെയ്ൻഡ്
ഫ്ലോത്തി ഫ്ലൂയിഡ്. ഫ്ലോത്തി ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ നുരയും പതയും വരുന്ന ഒരു തരം ദ്രാവകം കണ്ടിരുന്നു എയർ പാസേജിൽ. ലങ്സ് വെയർ കൺജസ്റ്റഡ് ആൻഡ് ലങ്സ് കൺജസ്റ്റഡ് ആയി കാണപ്പെട്ടിരുന്നു. ഒപ്പം തന്നെ വയറ്റിൽ കാണപ്പെട്ടത് ബ്രൗണിഷ് ബ്ലാക്ക് ഫ്ലൂയിഡ് ഹാവിംഗ് എ പഞ്ചന്റ് സ്മെല്ലുള്ള ഒരു ബ്രൗണിഷ് ബ്ലാക്ക് ദ്രാവകം സ്റ്റൊമക്കിൽ കാണപ്പെട്ടുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ഫൈൻഡിംഗ്സിൽ പറയുന്നു. പോസ്റ്റ്മോർട്ടം ഫൈൻഡിംഗ്സ് ആർ കൺസിസ്റ്റന്റ് വിത്ത് ദ ഡെത്ത് ഡ്യൂ ടു പോയിസണിംഗ്. പോയിസൺ കാരണമാണ് മരണം സംഭവിച്ചത് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അസന്ദിഗ്ധമായി പറയുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്, സംഭവം നടക്കുന്ന ദിവസം 4 വിദ്യാർത്ഥികൾ, അതിൽ 2 വിദ്യാർത്ഥികൾ ഇംപീരിയൽ ബേക്കറിയിൽ മരണപ്പെട്ട അഥവാ കൊല ചെയ്യപ്പെട്ട റാണാ പ്രതാപിനോടൊപ്പം 2 വിദ്യാർത്ഥികൾ ഇറങ്ങിയോടുന്നു. അവരിൽ ഒരാൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെ അവരിൽ ഒരാളുടെ അമ്മ മരണത്തിൽ സംശയമുണ്ടോ എന്ന് സുധീന്ദ്ര പ്രസാദിനോട് ചോദിക്കുന്നു. എന്റെ മകനും വയറിന് അസുഖമുണ്ടെന്ന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരും മുമ്പ് സംശയം പ്രകടിപ്പിക്കുന്നു. തീർന്നില്ല, കെമിക്കൽ റിപ്പോർട്ട് വരുന്നു വർഷങ്ങൾക്കു ശേഷം. കെമിക്കൽ റിപ്പോർട്ടിൽ എന്ത് പോയിസൺ ആണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി പറയുന്നു. ഡെത്ത് വാസ് ഡ്യൂ ടു ഫോമിക് ആസിഡ് പോയിസണിംഗ്. ഫോമിക് ആസിഡിന്റെ പോയിസണിംഗ് മൂലമാണ് ഡെത്ത് സംഭവിച്ചിരിക്കുന്നത് എന്ന് കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ട് പറയുന്നു. എങ്ങനെയാണ് 3:30 ബയോളജി പരീക്ഷ എഴുതി ഇംപീരിയൽ ബേക്കറിയിൽ ജ്യൂസ് കഴിക്കാൻ പോയ റാണാ പ്രതാപിന്റെ ഉള്ളിൽ ഫോമിക് ആസിഡിന്റെ അംശം കണ്ടെത്താൻ കഴിഞ്ഞത്? ഫോമിക് ആസിഡ് എങ്ങനെ എത്തി എന്നതാണ് ചോദ്യം. അത് മനസ്സിലാക്കണമെങ്കിൽ ആ സമയം ഒരിക്കൽ കൂടി പ്രേക്ഷകർ ഓർമ്മിക്കണം. കൃത്യം നടക്കുന്നത് 2011 മാർച്ച് മാസം 26-ാം തീയതി സ്കൂൾ പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 3:30 പരീക്ഷ കഴിഞ്ഞതിന് ശേഷം റാണാ പ്രതാപും 4 വിദ്യാർത്ഥികളും 4 കൂട്ടുകാരും 200 മീറ്റർ മാത്രമുള്ള ഇംപീരിയൽ ബേക്കറിയിൽ എത്തുന്നു. 200 മീറ്ററിലേക്ക് എത്താൻ ശരാശരി 5 മുതൽ 10 മിനിറ്റ് വരെ സമയമെടുത്തു എന്ന് നമുക്ക് കരുതാം. പക്ഷെ 3:30-നാണ് പരീക്ഷ കഴിയുന്നത്. ഇംപീരിയൽ ബേക്കറിയിൽ എത്തിയത് 4:15-നും. അപ്പോൾ ബാക്കിയുള്ള 45 മിനിറ്റിൽ എന്തു സംഭവിച്ചു എന്നതാണ് ചോദ്യം. ആ 45 മിനിറ്റിനുള്ളിൽ റാണാ പ്രതാപിന്റെ ഉള്ളിൽ ഈ ബ്രൗണിഷ് ബ്ലാക്ക് ആയിട്ടുള്ള ഫ്ലൂയിഡും ഫോമിക് ആസിഡും പിന്നെ ഈ നുരയും പതയുമുള്ള ദ്രാവകവും എങ്ങനെ എത്തി എന്നതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ നമുക്ക് ഡോക്ടർ അന്നമ്മ ജോൺ, ഫോറൻസിക് സയന്റിസ്റ്റ് ഒപ്പമുണ്ട്, ഒപ്പം അന്വേഷണ ഉദ്യോഗസ്ഥനുമുണ്ട്. വളരെ ദുരൂഹത നിറഞ്ഞതാണ് ഈ കേസ്. 8 വർഷമായി പോലീസ് ഇരുട്ടിൽ തപ്പുന്നു. പക്ഷെ നിർണായകമാണ് ഈ ഫോറൻസിക് തെളിവുകൾ. ഡോക്ടർ അന്നമ്മ ജോണിന് ചിലത് പറയാനുണ്ട്. തിരികെ എത്താം, ഷോർട്ട് ബ്രേക്ക്. ദുരൂഹത ഉയർത്തുന്ന റാണാ പ്രതാപിന്റെ മരണമാണ് കുറ്റവും ശിക്ഷയും അന്വേഷിക്കുന്നത്. 3:30 സ്കൂൾ വിട്ട് 4:15 ബേക്കറിയിൽ എത്തുന്ന റാണാ പ്രതാപിന്റെ ഉള്ളിൽ എങ്ങനെ ഫോമിക് ആസിഡ് എത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഫോമിക് ആസിഡ് മരണകാരണമായത് എങ്ങനെ? അതും അതുവരെ ഒരസ്വസ്ഥ്യവും പ്രകടിപ്പിച്ചിരുന്നില്ല റാണാ പ്രതാപ് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയം. ഡോക്ടർ അന്നമ്മ ജോൺ, ഫോറൻസിക് സയന്റിസ്റ്റ് നമുക്കൊപ്പമുണ്ട്. വെൽക്കം ഡോക്ടർ അന്നമ്മ ജോൺ ടു ദ ഷോ ക്രൈം ആൻഡ് പണിഷ്മെന്റ്. ഒറ്റ ചോദ്യം, ഇത് കെമിക്കൽ അനാലിസിസും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കണ്ടു കഴിയുമ്പോൾ ഡോക്ടർ അന്നമ്മ ജോൺ, എന്താണ് ഈ സീസൺഡ് ഫോറൻസിക് സർജന് തോന്നുന്നത്? ഇതൊരു സൂയിസൈഡ്, ഇതൊരു മർഡർ, അതല്ല ഇത് ആകസ്മികമായി സംഭവിച്ചതാണോ എന്നാണ്. ഈ ചോദ്യമാണ് ഡോക്ടർ അന്നമ്മ ജോൺ ഉത്തരം നൽകേണ്ടത്. അല്പസമയത്തിനകം തിരികെ വരാം. ഒരു ലൈവ് ഫോൺ കട്ടായിരിക്കുന്നു. വളരെ വേഗം തിരിച്ച് വീഡിയോ കോളിലേക്ക് വരും. ഇപ്പോൾ ഡിവൈഎസ്പി നമുക്കൊപ്പമുണ്ട്, റിട്ടയർഡ് ഡിവൈഎസ്പി മോഹൻദാസ്. റിട്ടയർഡ് ഡിവൈഎസ്പി മോഹൻദാസ്, താങ്കളുടെ അനുമാനം എന്താണ്? ഇതൊരു കൊലപാതകമോ യാദൃച്ഛികമായി സംഭവിച്ച മരണം? അതെ, ഇതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഈ അമേരിക്കൻ മലയാളിയെ സംശയിക്കത്തക്ക പശ്ചാത്തലം ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ 2 പേര് സംഭവ സ്ഥലത്ത് നിന്നും ഈ ഓടിപ്പോയ 2 സുഹൃത്തുക്കളുണ്ടല്ലോ, അവരുടെ ഒരു സുഹൃത്തിൻ്റെ അമ്മ പറയുന്നു, ഈ വയറുവേദനയും കുറിച്ച് പറയുന്നുണ്ട്. അപ്പം അവർ 2 പേരെയും നമുക്ക് ഇത് നേരത്തെ ഈ സംഭവത്തിനെ കുറിച്ച് അറിയാവുന്ന ഒരു ഇൻഡിക്കേഷൻ അവിടെ തന്നെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ സംഭവത്തെക്കുറിച്ച് സൂക്ഷ്മമായിട്ട് അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഹോമിസൈഡാണോ അതല്ലെങ്കിൽ സൂയിസൈഡാണോ എന്ന് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അത് എന്തുകൊണ്ടെന്നാലാണ് ഞാൻ അടുത്ത് വിവരിക്കുന്നത്.
അത് ഒരു കാരണം, ഈ സപ്പോസ് അത് ഹോമിസൈഡ് ആണെന്ന് ഇരിക്കട്ടെ, ഹോമിസൈഡ് ആണെങ്കിൽ ഇതിപ്പം ഫോർമിക് ആസിഡ് ആണ് മൂലമാണ് ഇത് മരണ കാരണം ഫോർമിക് ആസിഡ് ഉള്ളിൽ ചെന്നിട്ടാണ് ഈ മരണ കാരണം ഉണ്ടായിട്ടുള്ളത്. അപ്പം പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൽ പറയുന്നു ഇത് ആ മരിച്ച റാണാ പ്രതാപിന്റെ വായിലും തൊണ്ടയിലും, അതായത് ഈസോഫാഗസിലും അതുപോലെ തന്നെ ഇൻഡസ്റ്റൈനിലും പൊള്ളലേറ്റിട്ടുണ്ട്. പിന്നെ വളരെ തീക്ഷ്ണമായ ഗന്ധവും ഉണ്ടായിട്ടുണ്ട്. അപ്പം ശരി, നമുക്ക് ഇൻഡസ്റ്റൈനിലും മാത്രമാണ് പൊള്ളലേറ്റിരുന്നെങ്കിൽ നമുക്ക് ഹോമിസൈഡ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇത് വായു ഉൾപ്പെടെ പൊള്ളിയിട്ടുണ്ട്. അപ്പം ഒരു വായു ഉൾപ്പെടെ പൊള്ളുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അത് ഉള്ളിലേക്ക് ഇറക്കാനും ഒക്കെ ഈ കഴിച്ച വ്യക്തി അവിടെ തടസ്സം ചെയ്യും. ഞാൻ വരാം റിട്ടയർഡ് DVSP മോഹൻദാസ്. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് താങ്കൾ പറഞ്ഞത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ട ഈ ഇൻഡിക്കേഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഡോക്ടർ അന്നമ്മ ജോൺ, ഫോറൻസിക് സയന്റിസ്റ്റിന് ഇതിൽ നിന്നും ഇൻഫറൻസ് ഉണ്ട്. തീർച്ചയായും ഈ കേസിൽ ഏറ്റവും നിർണായകം ഈ ഘട്ടത്തിൽ ഡോക്ടർ അന്നമ്മ ജോണിന്റെ നിരീക്ഷണങ്ങളാണ്. ഡോക്ടർ അന്നമ്മ ജോൺ, ഇപ്പോൾ റിട്ടയർഡ് DVSP മോഹൻദാസ് പറഞ്ഞതുകൂടി ചേർത്ത് വെച്ച് നോക്കിയാൽ ഈ മരണം ദുരൂഹമാണ്, കൊലപാതകം തന്നെയെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ സ്ഥാപിക്കാൻ കഴിയുമോ? ഇവിടെ ആദ്യമായിട്ട് ഈ ഉള്ളിൽ ചെന്ന പോയിസൺ എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരു സ്ഥിരീകരണമാണ് കിട്ടുന്നത്. അപ്പൊ അതില് സാധാരണ ഇവിടെ ഈ ഫോർമിക് ആസിഡിന്റെ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ മീഥൈൽ ആൽക്കഹോൾ പോയിസണിങ്ങിന്റെ ഓക്സിഡേഷൻ പ്രോഡക്റ്റ് ആണ് ഫോർമിക് ആസിഡ്. അത് വളരെ പെട്ടെന്ന് തന്നെ ഓക്സിഡൈസ് ചെയ്ത് ഫോർമിക് ആസിഡ് ആകും. അപ്പൊ ഈ പൊള്ളലുണ്ടായി എന്ന് പറയുന്നത് മീഥൈൽ ആൽക്കഹോൾ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ പൊള്ളലുണ്ടാകാനുള്ള സാധ്യതയില്ല. അത് തന്നെയല്ല, ഈ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് പറയുമ്പോൾ അതിനകത്ത് വേറെ ഒരു സംശയം നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു സയനൈഡ് പോയിസണിങ്ങിന്റെ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ അത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ എടുക്കുന്ന വസ്തുക്കൾ കെമിക്കൽ എക്സാമിനേഷൻ ലാബിലേക്ക് എന്ത് സോഴ്സ് ആണ് കൊടുത്തത് എന്നുള്ളത് വ്യക്തമല്ല. അപ്പൊ അത് എന്താണോ കൊടുത്തെങ്കിലും ആ കൊടുക്കുന്നത് എയർ ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്ത് കൊടുത്താൽ മാത്രമേ അത് സഡൻ ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അനാലിസിസ് നടത്തിയത് കണ്ടെത്താൻ പറ്റൂ. അതർവൈസ് ഈ സയനൈഡിന് ഇവാപറേറ്റീവ് ലോസ് ഉണ്ട്. അപ്പൊ ഈ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് പറയുമ്പോൾ അത് എങ്ങനെയോ ഉള്ളിൽ ചെല്ലാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. ഇത് ചെല്ലാനുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ഡോക്ടർ അന്നമ്മ ജോൺ, ഞാൻ തിരികെ വരാം. ഇപ്പോൾ ഇതുവരെ ഡോക്ടർ അന്നമ്മ ജോൺ ഉയർത്തിയ നിരീക്ഷണം വളരെ പ്രസക്തമാണ്. പക്ഷേ മറ്റൊരു വാദം കൂടിയുണ്ട്, അതിന്റെ സാധ്യത കൂടി ഡോക്ടർ അന്നമ്മ ജോൺ പറയണം. നിലവിൽ ഇപ്പോൾ വായിൽ കണ്ട പൊള്ളലും ഇൻഡസ്റ്റൈൻ ഭാഗത്തെ പൊള്ളലും എന്തുകൊണ്ടായിരിക്കുമെന്നതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. രണ്ട് സാധ്യതകൾ: ശരീരത്തിനുള്ളിൽ ഫോമിക് ആസിഡ് രൂപീകരിക്കപ്പെടാൻ, അതിലൊന്ന് മെഥനോൾ ഒരുപക്ഷെ കഴിക്കുക, വിഷച്ചാരായം കഴിക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മീഥൈൽ ആൽക്കഹോളിന്റെ അംശം ഉള്ളിൽ ചെല്ലുകയും അത് ഓക്സിഡൈസ് ചെയ്തതിനു ശേഷം ഫോമിക് ആസിഡായി മാറുകയും ചെയ്യാം. അതല്ലെങ്കിൽ നേരിട്ട് ഫോമിക് ആസിഡ് പാർട്ടി സമയത്ത് കുടിക്കാൻ ഉപയോഗിച്ച ദ്രാവകത്തിൽ കലക്കി കൊടുക്കുകയുമാവാം. അങ്ങനെ കലക്കി കൊടുത്താൽ, ഉദാഹരണത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഡ്രിങ്ക്സിൽ ഫോമിക് ആസിഡോ ഇനി വേണ്ട ഫോർമാലിൻ പോലും നേരിട്ട് കലക്കി കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ബ്രൗണിഷ് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു വസ്തു ഉണ്ടാവാനുള്ള സാധ്യത അത് തള്ളിക്കളയാൻ കഴിയില്ല. എന്റെ ചോദ്യം ഇതാണ്: നിലവിൽ റാണാ പ്രതാപും സംഘവും പരീക്ഷ കഴിഞ്ഞതിനു ശേഷം സ്കൂൾ പരിസരത്ത് മറ്റൊരൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് 3:30 ശേഷം ഒന്നുകിൽ മദ്യപിച്ചു, അതല്ലെങ്കിൽ ഡ്രിങ്ക്സിൽ മീഥൈൽ ആൽക്കഹോൾ, അതല്ലെങ്കിൽ ഫോർമാലിൻ, അതല്ലെങ്കിൽ ഫോമിക് ആസിഡ് ഇവ കൂട്ടിച്ചേർത്ത് കൊടുത്തു. ഇങ്ങനെ കഴിച്ചതിനു ശേഷം ബേക്കറിയിലെത്തിയ സമയത്ത് കുഴഞ്ഞു വീണ് മരിച്ചു. ഇങ്ങനെ ഒരു സാധ്യത അത് എത്രത്തോളം ഉണ്ട് ഡോക്ടർ അന്നമ്മ ജോൺ? അത് ഉണ്ടാകാവുന്ന ഒരു സാധ്യതയാണ്. അതേപോലെ തന്നെ വേണമെങ്കിൽ ഈ കുട്ടിയുടെ വാട്ടർ ബോട്ടിൽ ഉണ്ടെങ്കിൽ ആ വാട്ടർ ബോട്ടിലിൽ വേണമെങ്കിൽ ഇങ്ങനെ ഒരു മാറ്റം വേണമെങ്കിൽ വരുത്താം. വെള്ളത്തിന് പകരം ഇത് ആൽക്കഹോൾ ചേർന്നിട്ടുള്ള ദ്രാവകം കുടിക്കാനുള്ള ഒരു കാരണം ഉണ്ടാകാം. പിന്നെ അതിനകത്ത് ഈ പൊള്ളൽ വായിൽ തൊട്ട് പൊള്ളലേറ്റു എന്ന് പറയുമ്പോൾ അതിനകത്ത് ലീഡിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫാക്ടർ സയനൈഡിന്റെ സാന്നിധ്യമാണ്. സയനൈഡ് എന്ന് പറയുമ്പോൾ അതിന് കൊറോസീവ് ആക്ഷൻ ഉണ്ട്. അപ്പൊ ഈ തൊടുന്ന സ്ഥലം തൊട്ടേ പൊള്ളല് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ വേറൊരു സംശയം, ആ സയനൈഡ് ചേർത്തിട്ടുള്ള ഒരു ദ്രാവകം വേറെ എവിടെന്നെങ്കിലും കഴിച്ച് 200 മീറ്റർ നടന്ന് ചെല്ലാനുള്ള ആ ഒരു സാഹചര്യം, അത്രയും നേരം
ലാസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയില്ല സാധാരണഗതിയിൽ. പക്ഷേ ആൽക്കഹോളിന്റെ കൂടെയോ അല്ലെങ്കിൽ ആഹാരത്തിന്റെ കൂടെയോ കഴിക്കുകയാണെങ്കിൽ ഇതിന്റെ ആക്ഷൻ ഡിലേ ചെയ്യും. അപ്പൊ വളരെ സ്ലോയിലാണ് ഇതിന്റെ ആക്ഷൻ വരിക. അപ്പൊ ക്വാണ്ടിറ്റി വളരെ കുറച്ചാണെങ്കിലും ഇതിന്റെ ആക്ഷൻ സ്ലോ ഡൗൺ ചെയ്യപ്പെടാം. അത് പരിശോധിച്ച് നിമിഷം ഇപ്പോൾ ഒരു കെമിസ്റ്റ് കൂടിയായ ഡോക്ടർ രതീഷ് കൃഷ്ണൻ നമുക്കൊപ്പം തത്സമയം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഡോക്ടർ രതീഷ് കൃഷ്ണൻ, ഒരൊറ്റ സംശയം മാത്രമാണ്, അല്പം രസതന്ത്രമാണ്. അതായത് ഈ ഫോമിക് ആസിഡ് ശരീരത്തിനുള്ളിൽ കാണപ്പെട്ടുവെന്ന് കെമിക്കൽ അനലിസ്റ്റ് പറയുന്നു. പക്ഷെ ഫോമിക് ആസിഡ് ശരീരത്തിനുള്ളിൽ ചെല്ലുമ്പോൾ അത് എങ്ങനെയാണ് ചെല്ലുക എന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. അതിൽ ഡോക്ടർ അന്നമ്മ ജോൺ ചില പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ മുന്നിലേക്ക് വെച്ചു. എന്റെ സംശയം, എങ്ങനെയാണ് സ്റ്റൊമക്കിനുള്ളിൽ ഒരു ബ്രൗണിഷ് ബ്ലാക്ക് ദ്രാവകം ഉണ്ടാവുക? അത് വളരെ പ്രസക്തമാണ് ഈ കാര്യത്തിൽ. കാരണം ആ ദ്രാവകത്തിലാണ് ഫോമിക് ആസിഡിന്റെ അംശം കണ്ടെത്തിയത് കെമിക്കൽ അനലിസ്റ്റ്. ഏതൊക്കെ തരത്തിൽ ഇൻഡസ്റ്റൈനുള്ളിൽ അല്ലെങ്കിൽ ശരീരത്തിനുള്ളിൽ ഒരു ബ്രൗണിഷ് ബ്ലാക്കിഷ് ഫ്ലൂയിഡ് കണ്ടെത്താൻ സാധിക്കും? ഏതുതരം രാസപ്രവർത്തനം വഴി? ഹലോ ഹലോ രതീഷ് കേൾക്കാമോ? ഹലോ ഡോക്ടർ രതീഷ് കേൾക്കാമെങ്കിൽ കേൾക്കാം. ഹലോ. അതായത് ഇപ്പൊ ഞാനത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സാധാരണഗതിയിൽ ഫോർമിക് ആസിഡ് ആസിഡ് കുടിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഒരാൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലെങ്കിൽ. കാരണം ഭയങ്കര സ്മെല്ലാണ് ഇത്. സാധാരണ നമ്മുടെ ഈ ലാറ്റക്സ് കൊയാഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റബ്ബർ കൾട്ടിവേഷനുള്ള സ്ഥലങ്ങളിലെല്ലാം വ്യാപകമായി അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ ഭയങ്കര സ്മെല്ലാണ് ഇതിന്. അപ്പൊ അതുകൊണ്ട് ഫോർമിക് ആസിഡ് ആസിഡ് കൺസ്യൂം ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. രണ്ട്, ഇപ്പം ഫോറൻസിക് സർജൻ സൂചിപ്പിച്ചതുപോലെ മെത്തനോൾ പോയിസണിങ്ങിന്റെ ആണെങ്കിൽ മെത്തനോൾ പോയിസണിങ് ഒരുപാട് സമയമെടുത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് പോലുള്ള ഒരു എൻസൈം മെത്തനോളിന് ആദ്യം ഫോർമാൽഡിഹൈഡും പിന്നീട് ഫോർമിക് ആസിഡും ആക്കി മാറ്റണം. പക്ഷെ ഇതൊരു സമയമെടുക്കുന്ന പ്രക്രിയയാണ്. നേരത്തെ പറഞ്ഞ ഈ 3/4 മണിക്കൂർ എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഒരു ക്യാച്ച്. അത്ര ചെറിയ കാലയളവിന് സമയത്തിനുള്ളിൽ മെത്തനോൾ പോയിസണിങ് കൊണ്ട് മരണം സംഭവിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ ഒരു ബ്രൗണിഷ് ബ്ലാക്ക് ഫ്ലൂയിഡിനെ കുറിച്ച് ഒരു സൂചന പറഞ്ഞിരുന്നല്ലോ. ഈ ഫോർമാലിൻ നമ്മൾ ഈ ഫോർമാലിൻ ടെസ്റ്റിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു രീതി അതാണ്. അതായത് ബ്ലഡ് ടിഷ്യൂസ് ആയിട്ട് എക്സ്പോസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുവെ ഫോർമാലിൻ എന്താ പറയാ, ഈ ഹെമാറ്റിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് കാരണം ഒരു ബ്രൗണിഷ് ബ്ലാക്ക് കളർ എക്സിബിറ്റ് ചെയ്യും. ഒരു കാര്യം കൂടി ഇതിനിടയ്ക്ക് ഫോറൻസിക് സർജൻ ഒരു സയനൈഡ് പോയിസണിങ്ങിന്റെ ഒരു സാധ്യത പറഞ്ഞു. അത് കേട്ടപ്പോൾ തോന്നിയ ഒരു കാര്യം, ഈ ഫോർമേറ്റ് അയോൺസ് ഉണ്ടെങ്കിൽ അത് സയനൈഡ് പോയിസണിങ് ട്രിഗർ ചെയ്യാൻ കാരണമാകുന്ന ഒന്നാണ്. ഫോർമേറ്റ് അയോൺസ് ഉണ്ടെങ്കിൽ ശരീരത്തിൽ സയനൈഡ് ഉണ്ടെങ്കിൽ. ഒരു നിമിഷം ഡോക്ടർ അന്നമ്മ ജോൺ, ഇപ്പോൾ ഡോക്ടർ രതീഷ് പറഞ്ഞ ഒരു സാധ്യത കൂടിയുണ്ട്. ഒരുപക്ഷെ സയനൈഡിന്റെ അംശം കെമിക്കൽ അനാലിസിസിൽ കണ്ടെത്താൻ കഴിയാതെ പോയത് ഇത്തരമൊരു സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും. സയനൈഡ് കണ്ടെത്തണമെങ്കിൽ അതിന് ഇവാപറേറ്റീവ് ലോസ് ഉള്ളതുകൊണ്ട് അതിന്റെ പാക്കിംഗ് വളരെ കെയർഫുൾ ആയിരിക്കണം. എടുക്കുന്ന എംഒസ് എല്ലാം എയർ ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്യണം. അങ്ങനെ ആണെങ്കിൽ മാത്രം. ഇതിപ്പോ നമ്മൾ 7 വർഷം കഴിഞ്ഞൊക്കെയാണല്ലോ, അല്ല കുറെ വർഷം കഴിഞ്ഞാണല്ലോ അനാലിസിസ് റിസൾട്ട് വന്നത്. അപ്പൊ ഈ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാക്കിംഗ് അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും നാൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഗ്രാജുവലായിട്ട് ഇവാപറേറ്റീവ് ലോസ് ഉണ്ടാകും. അത് കിട്ടണമെന്ന ഒരു നിർബന്ധവും ഇല്ല. കിട്ടാതിരിക്കാനാണ് അതിന് നല്ല സാധ്യത. അപ്പൊ ആദ്യ സമയത്തൊന്നും ഇതാരും സംശയിച്ച് കാണുകയില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കും അങ്ങനെയുള്ള ഒരു പ്രിക്കോഷൻ എടുക്കാത്തത്. പിന്നെ ഇവിടെ പിന്നെയുള്ള സാധ്യത എന്ന് പറയുന്നത് ഈ ആൽക്കഹോൾ ഈ കുട്ടികൾ കഴിച്ചിട്ടുണ്ടായേക്കാം. ഈ ആൽക്കഹോൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മീഥൈൽ ആൽക്കഹോൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ആൽക്കഹോൾ ആയിരിക്കാം കഴിച്ചത്. ഈ ഫോർമിക് ആസിഡ് ഉണ്ടാകാനുള്ള സാധ്യത ഇത് തന്നെയാണ്. മീഥൈൽ ആൽക്കഹോൾ ഓക്സിഡേഷൻ തന്നെ ആകാനാണ് സാധ്യത. സംശയം ഡോക്ടർ അന്നമ്മ ജോൺ, 4 പേർ ഒരുമിച്ച് കൂടി പാർട്ടി ആഘോഷിക്കുന്നു, പരീക്ഷ തീർന്നതിനുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു പുനലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ. പക്ഷേ 4 പേരും അപ്പോൾ ഒരേ പാത്രത്തിൽ നിന്ന് ഒരേ കുപ്പിയിൽ നിന്നുള്ള മദ്യമാണ് കഴിച്ചതെങ്കിൽ 4 പേർക്കും ഇതേ രീതിയിൽ അപകടം സംഭവിക്കേണ്ടതാണ്. പക്ഷേ ബാക്കി 3 പേർക്കും സംഭവിച്ചിട്ടില്ല. 2 പേർ സംഭവ സ്ഥലത്ത് നിന്നും ഓടിയാണ് രക്ഷപ്പെട്ടത്. ഡോക്ടർ അന്നമ്മ ജോൺ, ഇവിടെയൊക്കെയാണ് സംശയത്തിന്റെ ബാക്കി നിൽക്കുന്നത്. ആ കുട്ടികളെയൊക്കെ വിളിച്ച് വിശദമായിട്ട് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉത്തരം കിട്ടാവുന്നതേ ഉള്ളൂ. ഇതുപോലെ ഒരുമിച്ചിരുന്ന് മദ്യപിച്ചിൽ ചിലര് മാത്രം മരിക്കുകയും ബാക്കി ചിലര് ഒരാൾ മരിച്ചു കണ്ടപ്പോഴത്തേക്ക് എനിക്കും പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് അസ്വസ്ഥത ഉണ്ടായി അഡ്മിറ്റ് ആകുകയും പിന്നെ ഒരു കുഴപ്പം കൂടാതെ റിലീസ് ചെയ്യപ്പെടുകയും സൈലന്റ് ഡെത്തിന്റെ കേസിൽ അതൊക്കെ ഉണ്ടായിട്ടുള്ള സംഭവം അറിയാം. അപ്പൊ ആ രണ്ടാമത്തെ ആളുടേത് ആക്ച്വലി പ്രിട്ടൻഷൻ ആയിരുന്നു.
അപ്പൊ അതേപോലെയാണോ ഈ കുട്ടികളുടെ കാര്യം എന്നുള്ളതും പക്ഷെ 14 വയസ്സുള്ള കുട്ടികളാണ്. എനിക്ക് DVSP മോഹൻദാസിലേക്ക് കൂടി എനിക്കൊന്ന് പോകണം. DVSP മോഹൻദാസ്, എന്തോ സംശയം അങ്ങേക്കുണ്ട് ഈ ഘട്ടത്തിൽ, പറയാം. അതായത് ഇവിടെ പറഞ്ഞതനുസരിച്ചിട്ട് ഈ അമേരിക്കൻ മലയാളി അയാളുടെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു, ഒരു കുറ്റവാസന ഉള്ള ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അമേരിക്കയിലേക്ക് ഒരു കാഡ്ബറീസ് എന്ന് പറയുന്ന ഒരു മിഠായി ഉണ്ട്. അതിനകത്ത് അത് മദ്യം അടങ്ങിയിട്ടുള്ള കാഡ്ബറീസ് മുട്ടായിയാണ്. അത് പരക്കെ എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു സംഗതിയാണ്. അപ്പൊ ഈ മദ്യത്തിന് പകരം ഈ കാഡ്ബറീസിന് ഉള്ളിനകത്ത് ഈ പറഞ്ഞതുപോലെ ഫോർമിക് ആസിഡോ അതുപോലുള്ള തീഷ്ണമുള്ള എന്തെങ്കിലും ആസിഡ് അത് കണ്ടെയ്ൻ ചെയ്തിട്ട് ഈ സുഹൃത്തുക്കൾ വഴി ചിലപ്പോൾ കൊടുത്തിരിക്കാനുള്ള സാധ്യത വളരെ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ ആ രീതിയിലുള്ള അമേരിക്കൻ മലയാളിയാണ്, വിദേശ ബന്ധമുണ്ട്, ക്രൂരമായ ഒരു പശ്ചാത്തലം അദ്ദേഹത്തിനുണ്ട് ഈ അമേരിക്കൻ മലയാളിക്ക്. ഒപ്പം ഈ അമേരിക്കൻ മലയാളി പാസ്റ്ററായിരുന്ന കേന്ദ്രത്തിൽ നിരന്തരം പോവുകയും പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. 2 സുഹൃത്തുക്കൾ എന്നുള്ളതും സംശയത്തിന്റെ നിഴലിൽ അവരെ നിർത്തുന്ന ഘടകമാണ്. പേര് പറയാത്തത് പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് മാത്രമാണ്. അമ്മയ്ക്ക് നമ്മളോട് പറയാനുണ്ട്. റാണ പ്രതാപിന്റെ അമ്മ സിന്ധു. പ്രതികൾ നല്ല സ്വാധീനമുള്ളവരായതുകൊണ്ടായിരിക്കാം പോലീസ് കൃത്യമായിട്ട് ഒന്നും അന്വേഷിച്ചില്ല. അങ്ങനെ ഞങ്ങൾ 4 പ്രാവശ്യം ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തു. ക്രൈംബ്രാഞ്ച് അന്വേഷണമൊക്കെ കിട്ടി. പക്ഷേ ഒന്നും തൃപ്തികരമായിരുന്നില്ല. അങ്ങനെ ഞങ്ങളിപ്പോൾ 5ാമത്തെ പ്രാവശ്യം ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഒരു 1.5 വർഷത്തോളം ആവുന്നുണ്ട് കൊടുത്തിട്ട്, ഒന്നും ആയില്ല. പിന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം കൂടെ വന്നപ്പോഴത്തേക്ക് അതിങ്ങനെ തന്നെ നിലനിന്ന് പോകുന്നു. പിന്നെ ഈ കേസിന് എന്തായാലും 4 കുട്ടികൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടികൾക്ക് അറിയാം ഇനി എന്ത് സംഭവിച്ചാലും അവർക്കറിയാം. അപ്പോൾ ഈ 3-4 കുട്ടികളെ കൃത്യമായിട്ട് ചോദ്യം ചെയ്താൽ എന്ത് കാരണമാണെങ്കിലും അറിയാവുന്നതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ഈ മോൻ മരിക്കുമ്പം ആ സമയത്ത് ഞങ്ങളിതൊക്കെ കൊലപാതകമാണെന്നൊന്നും മനസ്സിലാക്കിയിരുന്നില്ല. കുട്ടിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു അസുഖവും ഇല്ലാത്ത കുട്ടിയായിരുന്നു, നല്ല ആക്റ്റീവായിരുന്നു. പിന്നെ ലാസ്റ്റ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ നിന്ന് സ്കൂളിൽ കൊണ്ടുവിട്ടതാണ്. സ്കൂളിൽ കൊണ്ടുവിട്ട് ഒരു 4:45 ചെല്ലുമ്പോഴാണ് ഇങ്ങനത്തെ ഈ ഒരു സംഭവം അറിയുന്നത്. അപ്പോൾ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല, കൊലപാതകമാണെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോഴാണ് ഇതുപോലെ വിഷമുള്ളി ചെന്നാണ്. ദാറ്റ് വാസ് ദി ലാസ്റ്റ് എക്സാം. റാണ പ്രതാപിന്റെ ലാസ്റ്റ് പരീക്ഷയായി, റാണ പ്രതാപിന്റെ ലാസ്റ്റ് ദിവസവുമായി. ഈ കേസിൽ ഒട്ടേറെ ദുരൂഹതകളുണ്ട്. ആ ദുരൂഹതകളും വീഴ്ചകളും എണ്ണിപ്പറയുന്നുണ്ട് അഡ്വക്കേറ്റ്. ധാരാളം വിദേശ ബന്ധങ്ങളുള്ള ഒരു പാസ്റ്റർ, അദ്ദേഹം ഈ കൊലപാതകത്തിൻ്റെ പിന്നിലുണ്ട് എന്ന് പ്രസാദ് വളരെ ശക്തിയായി എല്ലാ സ്ഥലങ്ങളിലും, അധികാര കേന്ദ്രങ്ങളിലും കേരള ഹൈക്കോടതിയിലും ആവർത്തിച്ച് പറഞ്ഞിട്ടും ഇദ്ദേഹം പണിത കെട്ടിടം നിയമവിരുദ്ധമായതുകൊണ്ട്, ഈ പാസ്റ്റർ പണിത കെട്ടിടം നിയമവിധേയന ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഒരു ഭാഗം ഇടിച്ചു പൊളിക്കേണ്ടി വന്നു. അന്ന് പ്രസാദിനോട് പറഞ്ഞത്, നീ എക്കാലവും ഓർത്ത് കരയുന്ന ഒരു ദുഃഖം നിനക്ക് ഞാൻ തരും, നിന്നെ ഞാനൊന്നും ചെയ്യില്ല എന്ന് ആ പാസ്റ്റർ, ഈ പ്രസാദ്, ഈ മരിച്ച കുട്ടിയുടെ അച്ഛനോട് പറഞ്ഞിരുന്നു. മാത്രമല്ല, ഈ പാസ്റ്ററിൻ്റെ ഈ അടുത്തുള്ള വളരെ ഉയരമുള്ള മതിൽക്ക്, കോട്ട പോലെ മതിലുള്ള ഈ ആരാധനാലയം എന്ന് പറയാവുന്ന ദുരൂഹമായ ഒരു കോട്ടയ്ക്കകത്ത് രാത്രി കാലങ്ങളിൽ ധാരാളം ആൾക്കാർ വന്നു പോകുന്നുണ്ട്. ഈ സംശയത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്ന 3 കുട്ടികളുടെ മാതാപിതാക്കൾ ഇവിടുത്തെ സന്ദർശകരാണ്. 2 കുട്ടികളുടെ അമ്മമാർ ഈ പാസ്റ്ററുമായി വളരെ അടുത്ത് ബന്ധമുള്ളവരും അവിടുത്തെ ആശ്രിതരെ പോലെ കഴിയുന്നവരുമാണ്. അപ്പോൾ ഈ പാസ്റ്റർക്ക് ഈ പറയുന്ന 4 കുട്ടികളിൽ 3 പേരെ കൃത്യമായി സ്വാധീനിക്കാൻ കഴിയും, സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശവും ആഗ്രഹവും അനുസരിച്ചാണോ ഈ ഒരു കൃത്യം നടന്നിട്ടുള്ളതെന്നാണ് ഞങ്ങൾ. റാണ പ്രതാപിന്റെ അച്ഛൻ സുധീന്ദ്ര പ്രസാദ് നൽകിയ മൊഴിയും പരാതിയും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലെ 2 വാചകം മകൻ ആത്മഹത്യ ചെയ്യില്ല എന്ന് ഉറപ്പിക്കുന്നു. 10ാം ക്ലാസ്സിലെ അവസാന പരീക്ഷ വരെ കഠിനാധ്വാനം ചെയ്തു പഠിച്ചു. പരീക്ഷ കഴിഞ്ഞാലുള്ള ഭാവിയെക്കുറിച്ച് വീട്ടുകാരുമായി ആശയവിനിമയം നടത്തിയിരുന്നു. പരീക്ഷ കഴിഞ്ഞിട്ട് അടുത്തയാഴ്ച മുതൽ എവിടെ പോകണം എന്നതിന് പോലും കൃത്യമായ പദ്ധതി തയ്യാറാക്കിയിരുന്നു റാണ പ്രതാപ് എന്ന 14 വയസ്സുകാരൻ.
റാണ പ്രതാപിന്റെ കൊലയാളികൾ ഇപ്പോഴും സമൂഹത്തിൽ ഉണ്ടാവാം, അതല്ലെങ്കിൽ ആ കൊലയാളിക്ക് വേണ്ടി ആ കൃത്യം ചെയ്തു കൊടുത്തവർ നമ്മളുടെ ചുറ്റിലുമുണ്ടാവാം. അന്വേഷണം അവരിലേക്കാണ് നീളേണ്ടത്. എന്തായാലും നേരറിയാൻ ഇനി CBI വരുമോ എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നതും കാത്തിരിക്കുന്നതും. ഈ കേസ് ഇവിടെ നമ്മൾ വിടുന്നു. ഇനി അന്വേഷണ സംഘം പൂർത്തീകരിക്കട്ടെ. ഇതിനിടയിൽ ഇന്നത്തെ ദിവസം 24ന്റെ കുറ്റവും ശിക്ഷയും പരിപാടിയിൽ ക്രൈം റെക്കോർഡ്സിൽ രേഖപ്പെടുത്തിയ ഇന്നത്തെ പ്രധാനപ്പെട്ട കുറ്റകൃത്യങ്ങളുടെ തലക്കെട്ടുകളിലേക്കാണ്. ഹെഡ്ലൈൻസ്. ഷംന കാസിമിനെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെടാൻ പദ്ധതിയിട്ടിരുന്നതായി പോലീസ്. പദ്ധതി പാളിയെന്ന IG വിജയ് സാഖറെ 2 തവണയായി ഷംനയോട് 1.5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. കിഡ്നാപ്പിംഗിന് പദ്ധതി തയ്യാറാക്കിയത് ഷംന പണം നൽകാൻ വിസമ്മതിച്ചതിനാൽ. അന്വേഷണത്തിൽ തൃപ്തിയെന്ന് ഷംന കാസിം. കൊല്ലം SN കോളേജ് ഫണ്ട് തിരിമറി കേസിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ചോദ്യം ചെയ്തു. ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യൽ കണിച്ചിക്കുളങ്ങരയിലെ വീട്ടിലെത്തി. നടപടി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുന്നോടിയായി. കൂടത്തായി കൊലപാതക പരമ്പരയിൽ പ്രതി ജോളിക്ക് നിയമക്കുരുക്ക് മുറുകുന്നു. ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത് ഭർത്താവ് ഷാജുവിന്റെ ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ നൽകിയ ജാമ്യാപേക്ഷ. അങ്കമാലിയിൽ പിതാവ് കൊല്ലപ്പെടുത്താൻ ശ്രമിച്ച നവജാത ശിശു ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുന്നു. ആരോഗ്യനില പൂർണ്ണ തൃപ്തികരം. കുഞ്ഞിന്റെ തലയിലെ തുന്നിക്കെട്ടൽ ഒഴിവാക്കി. 2 ദിവസത്തിനുള്ളിൽ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്യും. അഞ്ചൽ ഉത്രാവധക്കേസിൽ 3ാം പ്രതി ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി. കോടതിയെ സമീപിച്ചത് സൂരജിന്റെ അച്ഛൻ സുരേന്ദ്ര പണിക്കർ. നിരപരാധിയെന്നും കസ്റ്റഡിയിൽ തുടരേണ്ടതില്ലെന്നും ജാമ്യാപേക്ഷയിൽ. വയനാട് സുൽത്താൻ ബത്തേരിയിൽ വൻ കള്ളനോട്ടവേട്ട. മൂലഹള്ള ചെക്ക് പോസ്റ്റിൽ നടത്തിയ പരിശോധനയിൽ പിടികൂടിയത് 48,60,000 രൂപയുടെ കള്ളനോട്ട്. പണം പിടിച്ചെടുത്തത് നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം. പാലക്കാട് സൈലന്റ് വാലി വനമേഖലയിൽ 4 നായാട്ട് സംഘം പിടിയിൽ. ലൈസൻസ് ഇല്ലാത്ത തോക്കും വെട്ടുകത്തിയും പിടിച്ചെടുത്തു. സംഘം പിടിയിലായത് മുക്കാലി ചെക്ക് പോസ്റ്റിൽ വെച്ച്. മലപ്പുറം വഴിക്കടവിൽ അറവുമാടുകളോട് ക്രൂരത. 2 പേർ പോലീസ് പിടിയിൽ. വാഹനം പിടിച്ചെടുത്തു. പിടിയിലായത് മണ്ണാർക്കാട് സ്വദേശികൾ. വെൽക്കം ബാക്ക്. കുറ്റവും ശിക്ഷയും തുടരുന്നു. ഷംന കാസിമിനെ തട്ടിക്കൊണ്ടുപോകാൻ പദ്ധതിയിട്ടിരുന്നു ബ്ലാക്ക് മെയിലിംഗ് കേസിലെ പ്രതികൾ എന്നാണ് ഇപ്പോൾ പോലീസ് നമ്മളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. IG വിജയ് സാഖറെ. ഷംന കാസിം തത്സമയം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ഷംന കാസിം, ആദ്യം അഭിനന്ദനം അറിയിക്കുന്നു. ഈ ഒരു പദ്ധതി പൊളിച്ചതിന് മാത്രമല്ല, വീണ്ടും ഒരു ദുരന്ത വാർത്ത കൂടി കേൾക്കാതിരിക്കത്തക്ക വിധം സമയോചിതമായി ഇടപെട്ടതിനും ഈ പദ്ധതി പൂർണ്ണമായും പൊളിച്ചടുക്കിയതിനും. പരാതി നൽകാനുള്ള ശ്രമം താങ്കളെ രക്ഷിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ പദ്ധതി ഇട്ടിരുന്നു ഷംന എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വാർത്ത കേട്ടപ്പോൾ എന്ത് തോന്നി? എനിക്കറിയില്ല എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന്. കാരണം ഞാനൊരു സിനിമ കണ്ടിറങ്ങിയതാണോ ഒരു ഓഡിയോ സിനിമയാണോ ഞാൻ കണ്ടത് എന്താ എനിക്കൊരു റിയലി എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല ഇതെങ്ങനെ. എനിക്ക് സത്യം ഫസ്റ്റ് ഐ വോണ്ട് ടു സേ ഞാൻ ഇങ്ങനെ സദബബ അടിക്കുന്നതിനെല്ലാം റിയലി സോറി. ഈ ഒരു വാർത്ത കണ്ടപ്പം എനിക്ക് ഫസ്റ്റ് താങ്ക്സ് പറയേണ്ടത് എന്റെ ബ്രദറിനോടാണ്, സൗദിയിലുള്ള ബായിനോട്. താങ്ക് യു സോ മച്ച് ബായ്. കാരണം ബായ് ഒരാളാണ് എന്നെ അത്രയും ഫോഴ്സ് ചെയ്തിട്ട് എനിക്ക് ഒരു മോട്ടിവേഷൻ പോലെ നിന്നിട്ട് ബായ് ആണ് ഇത് കംപ്ലൈന്റ് കൊടുക്കൂ എന്ന് പറഞ്ഞ് എന്നെ ശരിക്കും പറഞ്ഞാൽ ഫോഴ്സ് ചെയ്ത ഒരാള്. താങ്ക് യു സോ മച്ച് ബായിനോട്. ഞാൻ ഈ ഒരു വാർത്തയിലൂടെ ഞാൻ ഫസ്റ്റ് ബായിനോട് താങ്ക്സ് പറയാണ്. ഇതൊക്കെ ഈ ഷംന കാസിം ഈ സ്വർണ്ണക്കടത്തുമായിട്ടും പണത്തിന് എസ്കോട്ട് പോകുന്നതുമായി ബന്ധപ്പെട്ട് തുടരെ കേസുകൾ വന്നപ്പോൾ പൊതുജനം അല്പമെങ്കിലും സംശയിക്കാനിടയായി ഷംന കാസിമും ഈ ട്രാപ്പിൽ പെട്ടിട്ടുണ്ടാകുമോ എന്ന്. ഷംന കാസിം പക്ഷേ എല്ലാ ഘട്ടത്തിലും ഉറച്ചു നിൽക്കുകയായിരുന്നു, ഇവരുമായി ഒരു ബന്ധവുമില്ല എന്ന്. ഇത്തരം ആരോപണങ്ങൾ വരുന്നപ്പോഴും മറ്റു ഭാഷകളിലുള്ള ചില മാധ്യമങ്ങൾ കഥകൾ ഉണ്ടാക്കിയപ്പോഴും എന്ത് തോന്നി ഷംന? എന്ത് തോന്നുന്നല്ല, ഞാൻ തകർന്നു പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് വെച്ചാൽ എപ്പോഴും നമ്മളൊരു കംപ്ലൈന്റ് കൊടുക്കുന്ന ഒരാളുടെ ഇടയിൽ ഫസ്റ്റ് ഒരു അറ്റാക്ക് ഉണ്ടാവുമല്ലോ, അത് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഐ വാസ് വെരി സ്ട്രോങ്. എനിക്കെല്ലാം ക്ലാരിറ്റി ഉണ്ടായിരുന്നു, കോൺഫിഡൻസ് ഉണ്ടായിരുന്നു.
കുറെ ആൾക്കാർക്ക് കുറെ സംശയങ്ങളുണ്ടായിരുന്നു. ഷംന കാസിം കുറെ ഷോസ് ചെയ്യുന്ന കുട്ടിയാണ്, കുറെ വെളിനാടുകളിൽ പ്രോഗ്രാം ചെയ്യുന്ന കുട്ടിയാണ്. ഞാൻ പ്രോഗ്രാം ചെയ്യുന്നത് എൻ്റെ ഒരു ഡാൻസ് കാരണമാണ്. അല്ലാതെ ഞാൻ ഇന്നേ വരെ ഒരു ഡാൻസ് ചെയ്തിട്ടും അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ പറയണ ഞാൻ പുറത്തേക്ക് പോയിരിക്കുന്നത്. അല്ലാതെ ഇങ്ങനെ ഒരു കാര്യങ്ങളോ ഇതൊന്നും എനിക്ക് ഇത് ഒബ്വിയസ് ആണ്. ആൾക്കാർ ചിന്തിക്കുന്നതിൽ നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എൻ്റെ ഒരു സൈഡിലെ ക്ലാരിറ്റി എനിക്ക് ഉണ്ടായിരുന്നു ഫ്രം ദ ടോപ്പ്. ആൻഡ് ഐ തിങ്ക് ഇപ്പോഴെങ്കിലും ഒരിക്കൽ കൂടി ഒന്ന് തുടരുക. ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ടിനി ടോം കൂടി ചേരുന്നുണ്ട്. ടിനി ടോം നമ്മുടെ പ്രിയപ്പെട്ട താരമാണ്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് ടിനി ടോമിനെ സാമൂഹ്യ മാധ്യമങ്ങൾ വേട്ടയാടി. സാമൂഹ്യ മാധ്യമങ്ങൾ ബ്ലാക്ക്മെയിൽ കേസിലെ പ്രതിക്ക് ടിനി ടോമുമായി അടുത്ത ബന്ധമെന്ന് വരെ പറഞ്ഞ് പരത്തുകയും ചെയ്തു. ടിനി ടോം തത്സമയം ടെലിഫോൺ ലൈനിലുണ്ട്. ടിനി ടോം, ഈ ബ്ലാക്ക്മെയിൽ കേസിൽ ഇപ്പോൾ പിടിയിലായ പ്രതികളിൽ ആരെങ്കിലുമായും താങ്കളുമായി ബന്ധമുണ്ടോ? ഇവരാരെങ്കിലും താങ്കളുടെ ടെലിഫോണിൽ ബന്ധപ്പെട്ടിരുന്നോ? എനിക്ക് ഈ പ്രതികളുമായിട്ട് ബന്ധമില്ല. ഷംനയായിട്ട് പ്രോഗ്രാംസ് നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ പോലീസ് എന്നെ കുറിച്ച് ഒരു റിപ്പോർട്ടും പറഞ്ഞിട്ടുമില്ല. DGPയുമായിട്ട് ബന്ധപ്പെട്ടു. എറണാകുളത്ത് PT തോമസും ഐബിയുടെനും വിളിച്ചു. ഞാൻ അവരുടെ അടുത്ത് സമീപിച്ചു. എന്റെ അവിടുത്തെ MLAയും ഇവരാണ്. അപ്പൊ ഐബിയുടെ വിളിച്ച് DGPയായിട്ട് സംസാരിച്ചു. ജിജിമോൻ അസിസ്റ്റന്റ് കമ്മീഷണറുമായിട്ട് സംസാരിച്ചു. ഒരിക്കലും ആശങ്കപ്പെടേണ്ട, അവരുടെ പേരൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇത് ഊഹാപോഹങ്ങളാണ്. അതായത് ഏത് പെരുന്നാൾ വന്നാലും കോഴിക്ക് സമാധാനമില്ല എന്ന് പറയുന്ന അവസ്ഥയാണ് എനിക്ക് സൈബറിൽ. എന്റെ ഇത് എങ്ങനെ വന്നു? വെറും ഒരു മറുനാടൻ മലയാളി എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് കുത്തിപ്പൊക്കിയത്. ഇതാണ് ഇന്നലെ എന്നെ മുഴുവൻ പത്രക്കാരും വിളിച്ചിട്ടിരിക്കുക. ഞാൻ പറഞ്ഞു, ഞാൻ ഇതിലെങ്ങനെ വരും? ഷംനേഴ്സ് ചോദിച്ചു. ഞാൻ എക്സിക്യൂട്ടീവ് മെമ്പറാണ് അമ്മയുടെ. അപ്പൊ അതിന്റെ പേരിൽ ഷംനേനെ വിളിച്ച് ഫുൾ ധൈര്യം കൊടുത്തു എന്നല്ലാതെ ഞാൻ ബാബുരാജ് ഇടവേള എല്ലാവരും കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. അതല്ലാതെ ഇതിൽ എന്റെ പേര് എങ്ങനെ വന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതാരാണ് എന്നെ ടാർഗറ്റ് ചെയ്യുന്നത്? എന്ത് പ്രശ്നം ഉണ്ടായാലും ഈ സൈബറിൽ എന്നെ ആക്രമിക്കുന്നത് എന്തിനാണ്? ഞാൻ അത്ര വലിയ സ്റ്റാറല്ല, ഞാൻ വലിയ സ്റ്റാറിന്റെ മകനല്ല. വളരെ എല്ലാവർക്കും അറിയാവുന്നതാണ്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ എന്റെ സാമ്പത്തികം ഉണ്ടായിരിക്കുന്നത്. എന്റെ ആഗ്രഹം കൊണ്ട് നല്ല വീടും നല്ല വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുന്നത് ലോൺ എടുത്തിട്ടാണ് യാത്ര ചെയ്യുന്നത്. അതിൽ അസൂയ കൊണ്ടിട്ടാണോ അല്ലെങ്കിൽ എന്റെ വളർച്ച കണ്ടിട്ടാണോ ഞാൻ ഇവിടം വരെ വലിയ ആളൊന്നുമായിട്ടില്ല, ഇവിടം വരെ എത്തി. ഞങ്ങൾക്ക് വിശ്വാസമാണ് ടിനിയെ, പ്രേക്ഷകർക്കും വിശ്വാസമാണ്. പക്ഷേ ആദ്യം ഈ സമൂഹ മാധ്യമങ്ങൾ കള്ളം പ്രചരിക്കുമ്പോൾ ചിലരെങ്കിലും വിശ്വസിച്ചു പോയേക്കാം. ഇവരിൽ ആരും ഒരിക്കൽ പോലും ടിനിയെ ഫോൺ ചെയ്തിട്ടില്ല എന്നത് പൂർണ്ണമായും ഉറപ്പ് തന്നെയല്ലേ? ടോമിൻ തച്ചങ്കേരി സാറിനെ നമ്മൾ സമീപിക്കാൻ പോകുന്നത്. കാരണം ഇങ്ങനെ സൈബർ ആക്രമിക്കരുത്. ഏതെങ്കിലും ഒരാൾ ഇപ്പൊ ഈ ലോകത്ത് എന്ത് നടന്നാലും നമ്മുടെ തലയിൽ ആരെങ്കിലും തലയിലും ഒക്കെ വെച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നീതിയാണ്. ഈ നാട്ടിൽ എന്താണ് ജനാധിപത്യ നാടല്ലേ ഇത്? മനുഷ്യനല്ലേ ഏറ്റവും കൂടുതൽ അധികാരമുള്ളത്. ആർക്കും എന്തും പറയാം, ആരെയും പറയാം എന്നുള്ള സ്ഥിതി വിശേഷം വരരുത്. അവര് ശിക്ഷിക്കപ്പെടണം. അല്ലെങ്കിൽ ആരും സംശയമില്ല. എന്നെ തല്ലിക്കൊന്നാലും കുഴപ്പമില്ല. പക്ഷെ എന്തിന് എന്റെ പേര് വന്നു? ഞാൻ ജനിച്ചിട്ട് ഇന്ന് വരെ എനിക്കൊരു ക്രിമിനൽ കേസ് ഇല്ല. ഒരു സ്റ്റേഷനിലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു സ്ഥലത്തും കൃത്യനിഷ്ഠ പാലിക്കാതിരുന്നിട്ടില്ല. ഒരു സ്ഥലത്തും എന്റെ പേരിൽ ഇതുവരെയായിട്ടും ഒരു പോലീസ് സ്റ്റേഷനിൽ എന്റെ വന്നിട്ടില്ല. അപ്പൊ പിന്നെ ഇതെങ്ങനെ കുത്തിപ്പൊക്കാൻ ടിനിയെ അറിയാം ആളുകൾക്ക്. ടിനിയെ ഈ രീതിയിൽ ആരും അവിശ്വസിക്കുകയുമില്ല. എങ്കിലും ചില സമയത്തേക്കെങ്കിലും ചില സാമൂഹ്യ മാധ്യമങ്ങൾ കുപ്രചരണം നടത്തിയതാണ് എന്ന് തന്നെ വിശ്വസിച്ചോളൂ. ആ വിശ്വാസങ്ങൾക്ക് കരുത്തുണ്ട്. കാരണം ടിനിയെ വിശ്വാസമാണ് നമുക്ക്. കാര്യം ടിനി തന്നെ ഉറപ്പിച്ചു പറയുന്നു. ഈ ഉറപ്പ് തന്നെ ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു ടിനി, താങ്ക് യു ഷംന, ആൻഡ് അപ്രീഷിയേറ്റ് അഗെയിൻ യുവർ കറേജ്. കുറ്റവും ശിക്ഷയും എത്തും നാളെ മറ്റൊരു പുതിയ കേസുമായി. അതുവരെ ഗുഡ് നൈറ്റ്.